യേശുവിന് ഒരു ശക്തിയില്ലാതെ കഴിയട്ടെ ശക്തിയോടെ ശക്തിയോടെ. ഇനി നമ്മൾ പാടാൻ പോകുന്നത് തമിഴ് പാട്ടാണ്. തമിഴ് പാട്ട് പാടി യേശുവിനെ ആരാധിക്കാൻ സന്തോഷമാണോ? സന്തോഷമുള്ളവരൊന്ന് ചേർന്ന് ശക്തിയായിട്ട് കൈയടിച്ചോട്ടെ. നമ്മുടെ പാപങ്ങൾ പോയിച്ച, നമ്മുടെ ശാപങ്ങൾ മാറ്റിയ
മുമ്പാകെ എനിക്കൊരു എളിയ സാക്ഷിയായി നിൽപ്പാൻ ഇന്ന് ദൈവം വലിയൊരു അവസരം തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 മാസക്കാലം എനിക്ക് വിസിറ്റിംഗ് വിസയിലൂടെ കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്കൊരു അവസരത്തിൽ തന്നു. എങ്കിലും ഒരു താൽക്കാലികമായിട്ട് എനിക്കിവിടെ നിൽക്കുവാൻ പറ്റത്തുള്ളായിരുന്നുവെങ്കിലും 2 മാസത്തിനപ്പുറമായി എനിക്കിവിടെ നിൽക്കുവാൻ കഴിയുമോ എന്ന് എനിക്ക് തന്നെ ഒരു മാനുഷികമായ സംശയം എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ വലിയ പ്ലാൻ വളരെ വ്യക്തമായിരുന്നു. ഞാനൊരു ജോലിയെ സംബന്ധിച്ചാണ് സിംഗപ്പൂരിലേക്ക് കടന്നു വന്നത്. അപ്പം വളരെ പ്രതികൂലങ്ങൾ എനിക്ക് മുമ്പാകെ ഉണ്ടായിരുന്നു. എങ്കിൽ തന്നെയും ഇവിടെ വന്നതിന് ശേഷം ഒരൊറ്റ ഇൻ്റർവ്യൂ മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അതിൽ തന്നെ ദൈവം അനുകൂലമായി എനിക്ക് വിധി എഴുതി. ഇപ്പോൾ വളരെ ഒരു ഒക്യുപ്പേഷനിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെ ഒരു ക്രൈസിസാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എസ്പെഷ്യലി സിംഗപ്പൂരിൽ. അതുകൊണ്ട് എല്ലാവരും, പ്രത്യേകിച്ച് പാസ്റ്റർ, അതുപോലെ അനീഷ് ബ്രദർ, എല്ലാവരോടും നന്ദി ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. പാസ്റ്റർക്ക് എനിക്ക് വളരെയോളം റിസ്ക് എടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട്. സഭ എല്ലാവരെയും പേര് പറയുന്നില്ല, സഭ ഒന്നാകെ ഓരോ വ്യക്തികളോടുള്ള നന്ദി ഈ അവസരത്തിൽ, അതുപോലെ ജോയ് ബ്രദർ, അനീഷ് ബ്രദർ, ഫാമിലി, എല്ലാവരോടും ഉള്ള നന്ദി ഞാൻ പ്രത്യേകമായി ഈ അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു. ഇതുള്ള മിറക്കിൾ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രത്തോളം ക്രൈസാണ്. ഞാൻ എസ്പെഷ്യലി കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. കൺസ്ട്രക്ഷൻ ആക്ച്വലി ഇവിടെ കുറച്ച് ചാൻസസ് ഒക്കെ ഉള്ള ഫീൽഡാണ്, മെക്കാനിക്കൽ കൺസ്ട്രക്ഷൻ. എങ്കിൽ തന്നെയും എനിക്കൊരു ഒറ്റ ഇൻ്റർവ്യൂ മാത്രമേ ഇവിടെ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അത് ദൈവം എനിക്ക് പോസിറ്റീവായിട്ട് വിധി എഴുതി. ഏവരുള്ള നന്ദി ഒരിക്കൽ കൂടി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ദൈവം എനിക്ക് മാത്രമല്ല, ഇത് സഭ ഒന്നാകെ നമുക്ക് തന്നൊരു വിടുതലാണ്. എനിക്ക് ദൈവത്തോട് കൂടുതൽ ഒരു സ്റ്റെപ്പോടുകൂടി മുന്നോട്ട് വെക്കുവാൻ ദൈവം അവസരത്തിൽ തന്നതായി ഞാൻ അതിനങ്ങനെ കാണുന്നു. ഇനിയും നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. എന്നെ സാക്ഷി എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും ഒരിക്കൽ കൂടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ കൃപ ഇതിനകത്ത് ഭയങ്കരമായി വ്യാപരിക്കുന്ന ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എസ്പെഷ്യലി ഹല്ലേലൂയ വിശ്വാസം. ഞാൻ ഒന്ന് തുടങ്ങാൻ നിങ്ങളെ ഒന്ന് 2 കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് ആവശ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്ക് കർത്താവിന് നന്ദി പറയാൻ തയ്യാറാണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഇവർ കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് വിശ്വാസത്തോടെയാണ് വന്നത്. ഹല്ലേലൂയ. എസ്പെഷ്യലി നാം ദൈവ ആരാധനയ്ക്ക് വരുന്നത് ഹല്ലേലൂയ ആരെയും പ്ലീസ് ചെയ്യാനായിട്ടല്ല വരുന്നത്, വിശ്വാസം ഉള്ളത് കൊണ്ടാണ് വരുന്നത്. ഹല്ലേലൂയ. ദിനേശ് ബ്രദറിന്റെ ആ വിശ്വാസത്തെയാണ് ദൈവം മാനിച്ചത്. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയാൻ തയ്യാറാണ്? ഹല്ലേലൂയ. എന്റെ ഇപ്പോഴത്തെ ഓരോരുത്തരുടെ വിഷയങ്ങൾക്കും വ്യത്യസ്തമായ ലെവലുകളാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ വ്യക്തമായി പറയാം, നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളും ഹല്ലേലൂയ എന്റെ ആവശ്യം പോലെയല്ല ജോർജ് ബ്രദറിന്റെ ആവശ്യമായിരിക്കുന്നത്, ജോർജ് ബ്രദറിന്റെ ആവശ്യം പോലെയല്ല സിബ്ര ബ്രദറിന്റെ ആവശ്യമായിരിക്കുന്നത്. ഹല്ലേലൂയ. ഓരോ അളവിൽ നിൽക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ ഞാൻ പറയാം, നിങ്ങൾക്ക് അത് വിശ്വാസത്തിൽ ചലിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. യെസ്. എത്ര പേർക്ക് ഞാൻ അതിന്റെ ഒരു ഹയർ ലെവൽ പറയാം, വിശ്വാസം എന്തുവാണെന്നുള്ളത്? ഹല്ലേലൂയ. എബി ബ്രദറിന്റെ ആവശ്യം വ്യത്യസ്തമാണ്, അബീഷ് ബ്രദറിന്റെ ആവശ്യം വ്യത്യസ്തമാണ്, നീഡ് അത് ഡിഫറൻസ് ആണ്. ഹല്ലേലൂയ. എങ്കിൽ ഈ സഭാരാധനയിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്റെ വിഷയത്തിന് മേളിൽ കർത്താവിന്റെ കരം പ്രവർത്തിച്ചു കഴിഞ്ഞു? ഹല്ലേലൂയ. അത് പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോഴാണ്, അല്ലെങ്കിൽ ഹല്ലേലൂയ എനിക്കൊരു പേന ആവശ്യമുണ്ട്, ഹല്ലേലൂയ സിസ്റ്റർ എനിക്ക് തന്നു കഴിയുമ്പോഴാണ് ഞാൻ താങ്ക്സ് പറയുന്നത്. ഹല്ലേലൂയ. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ചിലർക്ക്? ഹല്ലേലൂയ. ഇതെനിക്ക് ലഭിച്ചു കഴിയുമ്പോഴേ ഞാൻ താങ്ക്സ് പറയത്തുള്ളൂ. എങ്കിൽ ഹല്ലേലൂയ എത്ര പേർ പറയും, എന്റെ യേശു എനിക്കത് തന്നു കഴിഞ്ഞു, എന്റെ യേശു അതെനിക്ക് തന്നു കഴിഞ്ഞു? തന്നു കഴിഞ്ഞാൽ പറയേണ്ട കാര്യം എന്താ? ഹല്ലേലൂയ. നന്ദി പറയാൻ തുടങ്ങുക. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യെസ്. അതാണ് എന്റെ ഉള്ളിലെ ഹയർ ലെവലിലേക്ക് എന്നെ മാറ്റുന്നത്. നിന്റെ നീടിന്റെ മുകളിൽ യേശുവിന്റെ കരം വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ. വന്നു കഴിഞ്ഞു എന്നുള്ള ഉറപ്പ് വരാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുക. ഇത് പൗലോസിന്റെ രഹസ്യമായിരുന്നു പ്രിയരെ. പൗലോസ് ഇത് ഭയങ്കരമായി മനസ്സിലാക്കിയിട്ടാണ് ലേഖനങ്ങളിൽ എഴുതുന്നത്. ഹല്ലേലൂയ. പൗലോസ് ഹല്ലേലൂയ നിങ്ങൾക്ക് ഇത് മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. പൗലോസ് യേശുവിൽ നിന്ന് പ്രാപിച്ച കാര്യമാണിത്. ഹല്ലേലൂയ. നമ്മുടെ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ ഇത് പലർക്കും മനസ്സിലാകുന്നില്ല. പൗലോസ് എഫെസോസ് സഭയെ ഓർത്തിട്ട് ഹല്ലേലൂയ ഞാൻ എഫെസോസിന്റെ ആദ്യത്തെ അധ്യായത്തിൽ പറയുകയാണ്, ഞാൻ എഫെസോസുകാരെ ഓർത്ത് സ്തോത്രം ചെയ്യണം. ഞാനിത് വളരെ നാളുകളിൽ മലയാളം ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിരുന്നത് പൗലോസ് അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ. അതിന്റെ ഇംഗ്ലീഷ് കൂടെ നോക്കിയപ്പോൾ ഹല്ലേലൂയ പറയുന്നത്, ഹല്ലേലൂയ ഞാൻ ഇവരെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇവർക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങൾ അവിടെ എല്ലാം താങ്ക്സ് ഗിവിംഗ് ആണ് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. അതിന് ഏറ്റവും ഉദാഹരണമായി ഉള്ളത് ഹല്ലേലൂയ യേശു കർത്താവ് ഹല്ലേലൂയ കുരുടനായവന്റെ കണ്ണിൽ മണ്ണെടുത്ത് വെച്ച് ചെളിയെടുത്ത് വെച്ച് തേച്ചിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്.
ആ സെക്കൻഡിൽ മണ്ണ് കണ്ണായി മാറുകയാണ്. എത്ര പേർക്ക് കർത്താവിന് നന്ദി പറയാൻ തയ്യാറാണ്? എത്ര പേർ പറയും എൻ്റെ യേശു കാൽവരിയിൽ എനിക്ക് വേണ്ടിയാണ് മരിച്ചത്, എൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് മരിച്ചത്, എനിക്ക് വേണ്ടിയാണ് അവൻ ഇന്നും ജീവിക്കുന്നത്? എനിക്ക് പിന്നെ നന്ദി പറയാൻ ഇത്ര പാടുണ്ടോ? എന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ് അവൻ മരിച്ചത്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് ഹല്ലേലൂയ ദൈവമേ നീ എന്റെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. ഹല്ലേലൂയ. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്തോ അറിയാം? ഒരു 3 ദിവസം ഉപവാസം എടുക്കുക, എന്നിട്ട് ലാസറിന്റെ കല്ലറയിലോട്ട് പോകാൻ നിർത്തിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ചെയ്തത് ഹല്ലേലൂയ അവൻ 2 വിശ്വസിച്ചു. ഹല്ലേലൂയ. അവൻ ആ കല്ലറയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, ഞാൻ നടക്കുന്നത് സ്വർഗത്തിന്റെ ഇഷ്ടപ്രകാരമാണ്, എങ്കിൽ ഇവൻ എന്റെ ആവശ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞു. അവൻ അതേ മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, പിതാവേ നന്ദി, നീ എനിക്ക് വേണ്ടി ഇത് ചെയ്തതിനായിട്ട്. എങ്കിൽ ഈ സഭാരാധനയിൽ നിന്റെ നീടിനെ കർത്താവ് ചെയ്യുന്നത് എത്ര വിശ്വസിക്കുന്നുണ്ട്? നന്ദി പറയാൻ തയ്യാറാക്കുക, നന്ദി പറയാൻ തയ്യാറാക്കുക. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചു തരാൻ കർത്താവ് ശക്തനാണ്. ഹല്ലേലൂയ. വെളിപ്പാടുകൾ ചലിച്ചു തുടങ്ങട്ടെ. ഹല്ലേലൂയ. ഇതൊരു നന്ദി പ്രകടനത്തിന്റെ ആരാധനയായി മാറട്ടെ. എന്റെ സൗഖ്യത്തെ ദൈവം തന്നു കഴിഞ്ഞതാണ്. റിസീവ് ചെയ്ത് കഴിയുമ്പോഴാണ്, ഹല്ലേലൂയ, എനിക്കുള്ളത് ലഭിച്ചു കഴിയുമ്പോഴാണ് ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുന്നത്. ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങുന്നത്. ഹല്ലേലൂയ. കരങ്ങളെ അടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു തുടങ്ങുക. കരങ്ങളെ അടിച്ചുകൊണ്ട് നന്ദി പറഞ്ഞു തുടങ്ങുക. ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതിനുള്ള വിടുതലുകൾ ഇതിനകത്ത് സംഭവിക്കാൻ തുടങ്ങുന്നു. ഓ പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തങ്ങൾ ഇതിനകത്ത് വർദ്ധിക്കാൻ തുടങ്ങുന്നു. ഓ റബാ സല മമമ ഓ റിയാല മമമ സന്തല ജനാലല ഫീമൻ ഏനാദനായി വിടുകയില്ല. ഓ പെറ്റമ്മ മറന്നാലും അവനെ മറക്കത്തില്ലെന്ന് പറഞ്ഞവൻ, എന്റെ വലതുകരം പിടിച്ചിരിക്കുന്നവൻ, ഓ ഹല്ലേലൂയ, എന്റെ ആവശ്യങ്ങളുടെ മുന്നിൽ അവൻ ഇന്നും പ്രവർത്തിക്കുന്നവനാണ്. ഓ നന്ദി പറഞ്ഞു തുടങ്ങുക. ആത്മസന്തോഷത്തിൽ അതേ ആകുക. ഇതുകൊണ്ടാണ് ഹല്ലേലൂയ പൗലോസ് പറഞ്ഞത്, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, അത് സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാണ്. ഹല്ലേലൂയ. യെസ്, ഇതിനകത്ത് വരുമ്പോൾ ഹല്ലേലൂയ പല്ലുകടിയോ അതേ കരച്ചിലോ ഒന്നും അല്ല ഞാൻ കേൾക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറമാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറമാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറമാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധാത്മാവിന്റെ നിറമാണ് ഞാൻ കാണുന്നത്. യെസ്, നിറവ് വർദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നന്ദിയുടെ വാക്കുകൾ അധികമായി നിന്റെ പുറത്തു വരാൻ തുടങ്ങും. യെസ്, എത്ര പേർക്ക് താൻ നന്ദി പറയാൻ തയ്യാറാണ്? ഇന്നത്തെ എന്റെ പ്രാർത്ഥനയുടെ ഹെഡിങ് എന്ന് പറയുന്നത് എഫക്റ്റീവ് പ്രയർ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയത്തിനകത്ത് ഞാൻ നിന്നിട്ട് എങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലെല്ലാം ഇതേപോലെ ഹല്ലേലൂയ അത് ഡൈനാമിക് ആയിട്ടുള്ള അത് മെസ്സേജുകളായിരിക്കും പുറത്തു വരുന്നത്. ഇതിനെ റിസീവ് ചെയ്യുന്നവൻ അവന്റെ ജീവിതം വിപ്ലവകരമായി അത് പുറത്തു വരാൻ പോകുന്ന ദിവസങ്ങളാണ്. ഈ വർഷങ്ങൾ നിനക്ക് കഴിയാത്തത് ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ സാധിപ്പിക്കാൻ പോകുന്ന ദിവസങ്ങളാണ്. കരങ്ങളെ അടിച്ചുകൂടെ മഹത്വമല്ല, മഹത്വം സൃഷ്ടിക്കാവനാണ്. ബൈബിളിലുള്ള മർമ്മങ്ങൾ വെളിപ്പെടുവാണ്. ഓ ജീസസ്, എനിക്ക് സന്തോഷം പിടികിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. അതാണ് എന്നെ ഈ ദിവസങ്ങളിൽ ഭയങ്കരമായി നടത്തുന്നത്. ഹല്ലേലൂയ. എങ്കിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളവനാണ് വളരുന്നത്. ഹല്ലേലൂയ. എങ്കിൽ ഞാൻ ആ മുഖമായി പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഈ ആഴ്ചകളിലെല്ലാം ഞാൻ അത് തൊടും. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് അതെ ഇതിനകത്ത് പുതിയ ആൾക്കാരുണ്ട്, അവർക്ക് എന്താണെന്നുള്ളത് 1-2 വാക്യങ്ങളിൽ ഞാൻ അവരെ ഒന്ന് പറഞ്ഞിട്ട് എൻ്റെ വിഷയത്തിനകത്തോട്ട് ഞാൻ കയറാൻ പോവുകയാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 12 തുടങ്ങി 15 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച്. ഹല്ലേലൂയ. വായിച്ച് അതെ സഹായിക്കാൻ കഴിയുന്നവർ വേഗത്തിൽ വായിക്കുക. ആരും ചുമ്മാതെ ഇരിക്കരുത്, നിങ്ങളുടെ ആദരം ചലിച്ചു തുടങ്ങണം. കാരണം ഇത് പരിശുദ്ധാത്മാവ് നിറയുന്ന സമയമാണ്. ഇത് പരിശുദ്ധാത്മാവ് നിറയുന്ന സമയമാണ്. ഇത് പരിശുദ്ധാത്മാവ് ഫീലാകുന്ന സമയമാണ്. ഓ ജീസസ്. ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് അവിടെ വ്യക്തമായി പറയുകയാണ്. ഹല്ലേലൂയ. അവൻ വരുമ്പോഴോ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അല്ലെങ്കിൽ 12-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ.
ഇനിയും വളരെ നിങ്ങളോട് പറയാനുണ്ട്. യേശു കർത്താവ് പറയാണ്, ഇനിയും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. പക്ഷെ അതൊന്നും ഇന്ന് അതെ പ്രാപിക്കുവാനോ അതൊന്നും ഉൾക്കൊള്ളുവാനോ ഉള്ള ശക്തി നിങ്ങൾക്കില്ല. പക്ഷെ എൻ്റെ ക്രൂശ് മരണം കഴിയുന്നതോടെ ഹല്ലേലൂയ അവൻ വരും. അവൻ നിങ്ങളെ അധിക ബലത്തോടെ നടത്താൻ തുടങ്ങും. എത്ര പേർ പറയും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവിൽ ഞാൻ വളരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഇവൻ വരുമ്പോഴാണ് എനിക്ക് മറഞ്ഞു കിടക്കുന്ന മർമ്മങ്ങൾ വെളിപ്പെടാൻ തുടങ്ങുന്നത്. ഇവൻ അതെ മർമ്മമെന്ന് മലയാളത്തിൽ പറഞ്ഞാൽ ശരിയാകത്തില്ല. ഇവൻ വരുമ്പോഴാണ് വലിയ മിസ്റ്ററികൾ എൻ്റെ മുമ്പിൽ തുറക്കാൻ തുടങ്ങുന്നത്. ഇവൻ വരുമ്പോഴാണ് വലിയ മർമ്മങ്ങൾ എൻ്റെ മുമ്പിൽ തുറക്കാൻ തുടങ്ങുന്നത്. അതെ സാധാരണപ്പെട്ടവന് ഒരു പാരമ്പര്യ അതെ ക്രിസ്ത്യാനിക്ക് യേശു ഒരു കഥയാണെങ്കിൽ ഇന്ന് അതെ യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ്. യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ്. ആരൊക്കെ അത്ഭുതം നിന്നു പോകുന്നു പറയുമ്പോൾ എൻ്റെ എല്ലാ ജീവിതവും എല്ലാ ദിവസവും അത്ഭുതമാണ്. ഹല്ലേലൂയ, കാരണം ഇത് പരിശുദ്ധാത്മാവ് എന്നിൽ ക്രിയ ചെയ്യുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവ് ഇന്നും നിന്റെ ഇടയിൽ എന്റെയും ഇടയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓ, അത് വ്യാപരിച്ചു തുടക്കുകയാണ്. ഹല്ലേലൂയ, അതെ പഴയ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ഹല്ലേലൂയ, വർഷങ്ങളായി പാഴും ശൂന്യമായി കിടക്കുന്ന ഹല്ലേലൂയ ആ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കാൻ തുടങ്ങി. എങ്കിൽ ഇന്ന് പകൽ അതെ ചിലവരുടെ മേളിലേക്ക് പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്ന ശരീരങ്ങൾ അവർക്ക് സൗഖ്യമായി വെളിപ്പെടാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് ആരെയൊക്കെ മേളിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ അവരുടെ അകമയുള്ള കണ്ണ് തുറക്കാൻ തുടങ്ങും. അവരുടെ അകമയുള്ള അതേ ബലം, അതേ ആത്മാവിന്റെ ബലം വർദ്ധിക്കാൻ തുടങ്ങും. അവരുടെ അകമയുള്ള മനുഷ്യൻ എണീക്കാൻ തുടങ്ങും. അവൻ നടക്കുമ്പോൾ ചിലവർ യേശുവിനെ കാണാൻ തുടങ്ങും. തയ്യാറാകും ഇന്ന് പകൽ, ഇത് തയ്യാറാകും. ഇത് സഭയിൽ അത് റിലീസ് ആകുന്ന പകലാണിത്. നീ ചുമ്മാതെ ഇരിക്കാതെ ഇത് പ്രാപിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്റെ മേളിൽ അത് ചൊരിയപ്പെടുന്ന പകലാണ്. നിന്റെ മേളിൽ ഇത് ചൊരിയപ്പെടുന്ന പകലാണ്. ഈ എന്തെല്ലാം തടസ്സങ്ങൾ വന്നാലും അതെ കഴിഞ്ഞ ആഴ്ച നമുക്ക് കേട്ടോ, സ്വർഗത്തിന് ഭൂമിക്കുമുള്ള സകല അധികാരവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞവൻ ഇന്ന് പകലും ഈ ഹോളിൽ നടക്കുന്ന പകലാണ്. എങ്കിൽ ആരും ഭയപ്പെടരുത്. നിന്റെ മേളിലാണ് അധികാരം നിൽക്കുന്നത്. നിന്റെ മേളിലാണ് അധികാരം നിൽക്കുന്നത്. ഈ അധികാരത്തെ ഞങ്ങൾ ചേർന്ന് റിലീസ് ചെയ്യുകയാണ്. എങ്കിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ഈ വചനം അത്രത്തോളം എഴുതി വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ബൈബിൾ തുറന്നാൽ മതി. അല്ലാത്തവർ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങുക. കാരണം എനിക്കറിയാം എൻ്റെ വെളിയിൽ നിന്ന് അതേ ഹല്ലേലൂയ പകരപ്പെടുന്നത് ഒരു സാധാരണ സംഭവമല്ല. ഹല്ലേലൂയ, എൻ്റെ അഭിഷേകത്തെ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. പക്ഷേ എൻ്റെ മേളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും. എൻ്റെ മേളിൽ നിന്ന് ഈ ശക്തി റിലീസ് ആകുന്നുണ്ട്. ഹല്ലേലൂയ, കാരണം ഹല്ലേലൂയ 12 വർഷമായിട്ട് ആ രക്തസ്രാവം പിടിച്ചവൾ പറഞ്ഞു, ഹല്ലേലൂയ, എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഇവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടും. ആ വിശ്വാസത്തിൽ അവൾ തൊടുമ്പോഴാണ് ശക്തി പുറപ്പെട്ടത്. അഭിഷേകം പുറപ്പെട്ടതായി അവിടെ എഴുതുന്നില്ല, അവരെഴുതുന്ന ശക്തി പുറപ്പെട്ടു. എങ്കിൽ അത് എൻ്റെ അഭിഷേകമല്ല ഇത് പുറപ്പെടുന്നത്. ഹല്ലേലൂയ, ശക്തി പുറപ്പെടാൻ തുടങ്ങുകയാണ്. ശക്തി പുറപ്പെടാൻ തുടങ്ങിയാണ്. ഈ ശക്തി നിന്റെ വെളിയിൽ അടിക്കുമ്പോൾ അത് ഇന്നുവരെയും കാണാത്ത ചില വെളിപ്പാടുകൾ നിനക്ക് തുറക്കാൻ തുടങ്ങും. ഇന്നുവരെയും അനുഭവിക്കാത്ത സന്തോഷം നിന്റെ വെളിയിൽ വ്യാപരിക്കാൻ തുടങ്ങും. എങ്കിൽ ഹല്ലേലൂയ, അതരം അത് ചലിച്ചു തുടങ്ങുക. അതരം യേശുവേ എന്ന് വിളിച്ചു തുടങ്ങുക. ആദരം ചലിച്ചു തുടങ്ങുക യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഈ പരിശുദ്ധാത്മാവ് നിന്നെ സത്യത്തിലേക്ക് കൈപിടിക്കാൻ പോവുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നിന്നെ ഇതുവരെ കാണാത്ത വെളിപ്പാടുകൾ കൊണ്ട് നിറയ്ക്കാൻ പോവുകയാണ്. ഈ പരിശുദ്ധാത്മാവ് ഇതുവരെ നിന്റെ ഉള്ളിൽ തേങ്ങിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളുടെ മുന്നിൽ പരിവർത്തിക്കാൻ തുടങ്ങുന്ന പകലാണിത്. ഹല്ലേലൂയ, ഡോക്ടർമാർക്കെല്ലാം പുറമെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ചികിത്സിക്കാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവുന്ന ഡോക്ടർ നിന്റെ അകമയോ അതേ ചികിത്സകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളുകളായി നിൽക്കുന്ന ഹൃദയത്തിന്റെ മുറിവുകൾ, നാളുകളായി എന്റെ ജീവിതം മാത്രം എന്താണെന്നുള്ള അതേ ക്വസ്റ്റ്യൻ മാർക്കുകൾ ഇന്ന് പകൽ നീ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് അതേ ഇന്നർ ഹീലിംഗ് ഒരു വലിയ മൂവ്മെന്റ് ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഹല്ലേലൂയ, നാളുകളായുള്ള തേങ്ങലുകൾ മാറുന്ന പകരമാണിത്. നന്ദി പറയാൻ തയ്യാറാകണം. ഹല്ലേലൂയ, നന്ദി പറയാൻ തുടങ്ങുമ്പോഴാണ് നിന്റെ വിഷയങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നത്. ദൈവം എനിക്ക് മിസ്റ്ററി തുറന്നു. ഹല്ലേലൂയ, അതുകൊണ്ട് ഇന്ന് പകരം ഇവിടെ ആയിരിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയുകയാണ് ദൈവത്തിന്. ഹല്ലേലൂയ, ദൈവം അത് ചെയ്തതിന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം അയച്ചവരാണ് ഇന്ന് പകരം ഇതിനകത്തുള്ളത്. അവർ പ്രാപിച്ചേ മടങ്ങത്തുള്ളൂ. അവർ പ്രാപിച്ചേ മടങ്ങത്തുള്ളൂ. എങ്കിൽ സമയം വേഗത്തിൽ കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ, അതേ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള അതേ ഹല്ലേലൂയ അതിന്റെ 16-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ഹല്ലേലൂയ, വേഗത്തിൽ. ഹല്ലേലൂയ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരൂ. ഹല്ലേലൂയ, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും,
അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എത്ര പേർ പറയും പരിശുദ്ധാത്മാവി അതെ പഴയ നിയമത്തിൽ എപ്പോഴൊക്കെ വന്നു പോകുന്നതാണ്, എന്നാൽ എന്നോട് എപ്പോഴും ഇരിക്കുന്നതാണ്. പരിശുദ്ധാത്മാവ് പോകുന്നില്ല. അതെ നീ ഇവിടുന്ന് പോയാലും അല്ലെങ്കിൽ ചിലവർ നിന്നെ വിട്ടുപോയെന്നിരിക്കാം, എന്നാൽ ഏത് സമയം നീ ഉറങ്ങുമ്പോഴും നിന്റെ കൂടെയാണ് ഈ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നത്. അതെ കരങ്ങളെ ഉയർത്തി അതെ ചുമ്മാതെ ഇരിക്കുന്ന പ്രിയരെ ഈ പകൽ ചുമ്മാതെ ഇരിക്കുന്നവന്റെ പകലല്ല ഇത്. ഇത് ആത്മാവിൽ ചലിക്കുന്നവന്റെ പകലാണിത്. നിന്റെ ഉള്ളിൽ എന്തോ ചലിക്കുന്ന പകലാണിത്. ഓ റാബാ കാസാ ലാമാ മാമാ മാമാ, നിന്റെ ഉള്ളിൽ എന്തോ ചലിക്കുന്ന പകലാണ്. ഞാൻ വിശ്വസിക്കുന്നു ചിലവർ ആത്മാവിൽ ബലപ്പെടാൻ പോകുന്ന പകലാണിത്. ഓ ജീസസ്, നിന്നിലൂടെ വിടുതലുകൾ സംഭവിക്കാൻ പോവുകയാണ്. നിന്നിലൂടെ ദൈവം വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് ചോദിച്ചയക്കും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. എങ്കിൽ ഹല്ലേലൂയ അതെ ചിലവർ ചിന്തിക്കുന്നത് എന്താണ്? ഞാനിത് ആമുഖമാണ് നിൽക്കുന്നത്. ചിലവർ ചിന്തിക്കുന്നത് അതെ അന്യഭാഷ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവായി എന്നാണ്. ഹല്ലേലൂയ പ്രിയരെ, നിങ്ങൾക്ക് അതെ ഇനിയും തെറ്റുപറ്റരുത്. അന്യഭാഷ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളിൽ ഒരു കൃപ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് മാത്രമാണ്. ഹല്ലേലൂയ. വേഗത്തിൽ ആ വാക്യം കൂടെ നേടട്ടെ. ഹല്ലേലൂയ. അതെ കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം. ഇന്ന് പകൽ അന്യഭാഷ പറയാത്തവരെല്ലാം പ്രാപിക്കണം. ഇത് നിനക്ക് വേണ്ടി സ്വർഗം ചെയ്തു കഴിഞ്ഞതാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലുണ്ട് നിശ്ചയമായിട്ടും. നീ അതിനെ തുറന്നു വിട്ടാൽ മാത്രം മതി. നീ അതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ മാത്രം മതി. ഹല്ലേലൂയ. 12-ാം അധ്യായത്തിലേക്ക് വന്നേ. ഹല്ലേലൂയ. അതെ 12-ന്റെ ഹല്ലേലൂയ ഹല്ലേലൂയ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും. അവിടെ 9 അതെ കൃപാവരങ്ങളെ കുറിച്ച് കാണിക്കുന്നു. ഹല്ലേലൂയ. അതിനകത്ത് ആ കൃപാവരങ്ങളാണ് കൃപ. വേഗത്തിൽ വായിക്കുന്നത്. വേഗത്തിൽ വായിച്ചോ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ ഇതെല്ലാം ഇത് 8ാമത്തെ അതെ കർത്താവിന്റെ വരമായി നിൽക്കുന്നു, അല്ലെങ്കിൽ അതെ ഗിഫ്റ്റായി നിൽക്കുന്നു. വരം എന്ന് പറഞ്ഞാൽ തപസ്സീർ എന്ന് പ്രാപിക്കുന്നതാണ് വരം. അത് ശരിയല്ല. ഹല്ലേലൂയ. നീ ചുമ്മാ വിശ്വസിച്ചാൽ മതി, കാരണം അവൻ നിനക്ക് വേണ്ടി സത്യത്തിന്റെ ആത്മാവിനെ അയച്ചിരിക്കുന്നതാണ്. ഹല്ലേലൂയ. യെസ് ഹല്ലേലൂയ. ഇത് തപസ്സീർ എന്ന് കിട്ടുന്നതല്ല. ഹല്ലേലൂയ. മലയാളത്തിൽ ഇങ്ങനെ ഒരുപാട് അതെ മിസ്റ്റേക്കുകളുണ്ട്. അതെ കർത്താവിന്റെ ഗിഫ്റ്റാണ്. ഇന്ന് അബീഷ് ബ്രദർ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് അബീഷ് ബ്രദറിന് അതെ റിസീവ് ചെയ്യാൻ കഴിയും, കാരണം ഇത് ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ഹല്ലേലൂയ. അതെ നീ ഒരുപാട് അതെ വെയിറ്റ് ചെയ്തിട്ടല്ല കിട്ടുന്നത്. ഹല്ലേലൂയ. എനിക്ക് ജോർജ് ബ്രദറിനോട് ഇഷ്ടമായെങ്കിൽ ആ ഗിഫ്റ്റ് ഞാൻ തരും. എങ്കിൽ ഇന്ന് പകൽ ഓൾറെഡി അവന് മനസ്സലിഞ്ഞവനാണ്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവൻ ജീവൻ ചൊരിഞ്ഞവനാണ്. നിനക്ക് വേണ്ടി അവൻ ക്രൂശിൽ അതെ മറുവിലയായി തീർന്നതാണ്. യെസ്, അതിന് തുല്യമായി വേറെ സ്നേഹമില്ല. എങ്കിൽ അവൻ ഈ ഗിഫ്റ്റിനെ നിനക്ക് തന്നതാണ്. ഇന്ന് പകൽ അത് റിസീവ് ചെയ്യാൻ തയ്യാറാകുക. റിസീവ് ചെയ്യാൻ തയ്യാറാകുക. ഓപ്പറേറ്റ് ചെയ്യാൻ തയ്യാറാകുക. എങ്കിൽ 8ാമത്തെ ഒരു വരമാണ്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റാണ് അന്യഭാഷ എന്നുള്ളത്. ഹല്ലേലൂയ. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ഫലം മാത്രമാണ്. എത്ര പേർക്ക് തമ്മിൽ നന്ദി പറയാൻ തയ്യാറാണ്? എങ്കിൽ ഈ സഭാരാധനയിൽ അന്യഭാഷ മാത്രമല്ല ലഭിക്കുന്നത്. ചിലവർക്ക് ഹല്ലേലൂയ ചില കൃപാവരങ്ങൾ, വചനത്തിന്റെ അതെ വെളിപ്പാട് ചിലവർക്ക് തുറക്കാൻ പോവുകയാണ്. ചിലവർക്ക് അതെ ഹല്ലേലൂയ പരിജ്ഞാനം വെളിപ്പെടാൻ പോവുകയാണ്. ചിലവർക്ക് അതെ കൃപാവരം രോഗശാന്തി വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ചിലവർക്ക് വീര്യപ്രവർത്തികളുടെ അഭിഷേകം വെളിപ്പെടാൻ തുടങ്ങുകയാണ്. ഇത് വിശ്വസിക്കാൻ തയ്യാറാകുക. യെസ് ഹല്ലേലൂയ. ഇത് റിസീവ് ചെയ്യാൻ തയ്യാറാകുക. ഇത് നീ ഇന്ന് പകൽ പ്രാപിക്കാൻ തയ്യാറാകുക. യേശു നിനക്ക് വേണ്ടി ഇത് ചൊരിയപ്പെടുന്ന പകലാണ്. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ നാം ഇന്ന് ചിന്തിക്കുന്നത് എഫക്റ്റീവ് പ്രയർ എന്നുള്ള വിഷയമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയും. അത് അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക എന്നുള്ള വിഷയമാണ്. ഹല്ലേലൂയ ഞാൻ അത് എടുക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ നിങ്ങൾക്ക് ഇന്ന് പകൽ അത് ഇത് റിസീവ് ചെയ്യാൻ കഴിയും. എത്ര പേർക്ക് അവൻ നന്ദി പറയാൻ തയ്യാറാക്കാം? ഹല്ലേലൂയ. പലരും അത് ഈ അന്യഭാഷ കേൾക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നത്തെ തലമുറ ഹല്ലേലൂയ അത് ഇത് കളിയാക്കി അത് ചെവി അടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവരുടെ ജീവിതത്തിൽ ഈ അന്യഭാഷ എന്ന് പറയുന്നത് വെറും ഒരു ഭാഷയായി മാത്രമാണ് നിൽക്കുന്നത്. അവരിൽ നിന്ന് ശക്തി പുറപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ തലമുറയ്ക്ക് ഇത് സെൻസ് ചെയ്യാൻ കഴിയാത്തത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? നിന്റെ ഉള്ളിലുള്ള അഭിഷേകം ശക്തിയായി പുറപ്പെടുമ്പോഴാണ് ഹല്ലേലൂയ നിന്റെ തലമുറ ഇത് സെൻസ് ചെയ്യാൻ തുടങ്ങുന്നത്.
അല്ലാത്തവൻ ഇതൊരു വെറും അന്യായ ഭാഷയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഇന്നലെ മലേഷ്യയിൽ ഈ ഭാഗം എടുത്തു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അതെ, അതിനകത്തുനിന്ന് ഒരു ഹല്ലേലൂയ IPCയിൽ വർഷങ്ങളായി നിന്ന് ഒരു ബ്രദർ വന്ന് പറയുകയാണ്, പാസ്റ്റർ, ഇന്ന് ഞങ്ങളുടെ സഭയിൽ ഹല്ലേലൂയ, അതെ, ആൾക്കാരുടെ എണ്ണം അതെ കുറഞ്ഞിട്ട് തലമുറകൾ മുസ്ലിങ്ങളായി മാറുകയാണ്. അതിനെതിരായിട്ട് ഹല്ലേലൂയ, ഇന്ന് പകൽ അതിനെതിരായിട്ട് പാസ്റ്റേഴ്സ് അതെ പ്രത്യേക മീറ്റിംഗിൽ ക്രമീകരിക്കപ്പെടുകയാണ്. കാരണം അവൻ ഈ ആരാധനകൾ എന്തോ ഹല്ലേലൂയ അലക്ഷ്യമായി തീരാൻ തുടങ്ങി. അവൻ ഈ സത്യം ഹല്ലേലൂയ മനസ്സിലാകാതെ അവൻ അതെ വേറെ ആരോ പറയുന്നത് അതെ സത്യമായി തുടങ്ങി. ചിലവർ വന്ന് രഹസ്യത്തിൽ മുസ്ലിങ്ങൾ പറയുകയാണ്, യേശു ഒരു നബിയാണ്, യേശു ഒരു പ്രവാചകൻ മാത്രമാണ്, ശരിയായ ദൈവമല്ല എന്ന് പഠിപ്പിക്കുമ്പോൾ ഈ തലമുറകൾക്ക് ഈ സത്യം തിരിച്ചറിയാതെ അവർ അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നാൽ അതെ ഹൃദയപ്രകാരം ഞാൻ പറയാം, ദൈവശക്തിയിൽ ഞാൻ പറയാം, ഇതിനകത്ത് ഹല്ലേലൂയ ആത്മാവിൽ പകർച്ചയുള്ളവർ എണീക്കാൻ പോകുകയാണ്. ഇതിനകത്ത് മുഴുവൻ ആത്മപകർച്ചയുള്ളവരാണ് എണീക്കാൻ പോകുന്നത്. യെസ്, ഹല്ലേലൂയ. ഇതിനകത്ത് തലമുറകളെ നേടുന്നവരാണ് എണീക്കുന്നത്. യെസ്, നീ ശരിയാണെങ്കിൽ നിന്റെ തലമുറ നിന്നെക്കാളും ശക്തിയോടെ ഉപയോഗിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിന്നെക്കാളും ശക്തിയോടെ അവർ പ്രയോജനപ്പെടാൻ തുടങ്ങും. ഹല്ലേലൂയ. എങ്കിൽ കരങ്ങളെ അടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ അന്യഭാഷ ഓ ഹല്ലേലൂയ ഇന്ന് പകൽ റിസീവ് തയ്യാറാകുക. യേശു എനിക്കൊരു കഥയല്ല, യേശു എനിക്കൊരു യാഥാർത്ഥ്യമാണ്. യേശു പരിശുദ്ധാത്മാവ് എനിക്കൊരു കഥയല്ല, യേശു പരിശുദ്ധാത്മാവ് എനിക്കൊരു യാഥാർത്ഥ്യമാണ്. ഇത് നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങുമ്പോഴാണ് നിന്റെ മക്കൾക്ക് ഇത് വെളിപ്പെടുന്നത്, നിന്റെ കൂട്ടുകാർക്ക് ഇത് വെളിപ്പെടുന്നത്, നിന്റെ കൂടെ നടക്കുന്നവർക്ക് ഇത് വെളിപ്പെടുന്നത്. അല്ലാതെ ഇതൊരു കഥയായിട്ട് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നീ മൂലം അനേകർ നഷ്ടപ്പെട്ടു പോയെന്നിരിക്കാം. എങ്കിൽ ഇന്ന് പകൽ പ്രാപിക്കാൻ തയ്യാറാക്കുക. പേരിന് വേണ്ടി ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ എനിക്ക് അതെ ഹല്ലേലൂയ നാണമാകുന്നു പ്രിയരെ. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ മുന്നിൽ നിന്ന് അതെ ചിലത് പായാൻ ആഗ്രഹിക്കുന്നു. യെസ്, ഹല്ലേലൂയ. എത്ര പേർ അത് റിസീവ് ചെയ്യാൻ തയ്യാറാകും? ഹല്ലേലൂയ. എങ്കിൽ എഫക്റ്റീവ് പ്രയറിലേക്ക് നാം ഓടി കയറി വരികയാണ്. എത്ര പേർ പറയും, ഈ അന്യഭാഷ ആരൊക്കെയോ ചുമ്മാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതല്ല, ഇത് ദൈവത്തിന്റെ ഭാഷയാണ്, ഇത് അതെ ദൂതന്മാരുടെ ഭാഷയാണ്. വേഗത്തിൽ ഈ ഭാഗങ്ങൾ എടുക്കുന്നത് ചിലവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. യെസ്, കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യവും 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യവും വേഗത്തിൽ വായിച്ചേ. ഹല്ലേലൂയ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷ. എങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നു, ഇത് അതെ ദൂതന്മാരുടെ ഭാഷയാണ്. 14-ലെ 2-ാമത്തെ വാക്യം വേഗത്തിൽ എടുത്തോ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടല്ലേ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല, അവൻ ദൈവത്തോടാണ് സംസാരിക്കുന്നത്. അടുത്ത വാക്യം ചേർത്ത് വായിച്ചേ. ആരും തിരിച്ചറിയുന്നില്ലല്ലോ, എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. നീ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ്, നീ കുറെ തിയോളജി പഠിച്ചതുകൊണ്ട് ഒന്നും നിനക്ക് വെളിപ്പെട്ടെന്നിരിക്കത്തില്ല. പക്ഷേ എൻ്റെ അറിവുകളും എൻ്റെ ബൈബിൾ പഠനങ്ങളും എവിടെ ഞാൻ അടച്ചു വെച്ചോ, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, അവിടെയാണ് എനിക്ക് മിനിറ്റുകൾ ഓപ്പൺ ആകാൻ തുടങ്ങിയത്. കാരണം നീ ഡയറക്റ്റ് ദൈവമായ ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. നീ ഡയറക്റ്റ് ദൈവമായ ഒരു ബന്ധത്തിലേക്ക് വരികയാണ്. ഇന്ന് പകൽ അല്ലാത്തവന് ഇത് ഹല്ലേലൂയ സമയം കളയുന്ന പണിയാണ്. അല്ലാത്തവൻ ഇതൊരു ഹല്ലേലൂയ സഭാരാധന ഹല്ലേലൂയ എന്നോ ഒരു മാസത്തിൽ വരുന്നതായി തീരും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് സഭാരാധനയാകാൻ അവൻ കാത്തിരിക്കുകയാണ്. കാരണം അവന്റെ ഉള്ളിൽ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്ന ഒരു അളവിലേക്ക് വരുവാനായിട്ട്. കാരണം അവന് മനസ്സിലായി, ഈ ആത്മീയ ഭാഷ എന്ന് പറയുന്നത് ഇത് ദൈവമായി ഇടപെടുന്ന ഭാഷയാണ്. ഓ, എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് പകൽ ഞാൻ അതേ പറയാൻ തുടങ്ങുമ്പോൾ ഇത് ദൈവമായി സംസാരിക്കുകയാണ്. ദൈവം മറഞ്ഞിരിക്കുന്നത് ചിലത് എനിക്ക് വെളിപ്പെടുത്തുകയാണ്. എങ്കിൽ ശക്തിയോടെ നന്ദി പറഞ്ഞു തുടങ്ങിയേ. എങ്കിൽ ശക്തിയോടെ അല്പസമയം വായികളെ തുറന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയേ. ഓ, നന്ദി അന്യഭാഷയായി മാറാൻ തുടങ്ങട്ടെ. കരങ്ങളെ അല്പസമയം ചലിപ്പിച്ചുകൊണ്ട് ഓ ശകല ഓ ശക്തിയോടെ അല്പസമയം ആത്മാവിന്റെ മർമ്മങ്ങൾ വെളിപ്പെടട്ടെ. Receive it. Oh,
ജീസസ്. ഹല്ലേലൂയ. പ്രിയരെ, ഈ സത്യം എനിക്ക് മനസ്സിലായപ്പോൾ എൻ്റെ പ്രാർത്ഥന എനിക്കൊരു ബോറായി തോന്നാനായി. ഈ ആത്മാവിൽ നീ പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ പ്രാർത്ഥനകളുടെ സമയം കുറഞ്ഞേ വരത്തോളൂ. കാരണം നിന്റെ പ്രാർത്ഥനാ ജീവിതം ചുരുങ്ങിയേ വരാൻ തുടങ്ങത്തുള്ളൂ. കാരണം ഇത് നിനക്ക് ഒരു ഹല്ലേലൂയ കഥയായി മാറുകയാണ്. ഹല്ലേലൂയ. അതെ, നമ്മളെല്ലാം ചില ലിസ്റ്റുകൾ ബുക്കിൽ എഴുതി വെച്ചിട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഇത് തുടങ്ങുമ്പോൾ ഹല്ലേലൂയ കോട്ട് വായിടാൻ തുടങ്ങും. പിന്നെ ഇത് തീരുന്നതിന് മുമ്പ് നീ ഉറങ്ങിപ്പോകുന്നതായി കാണാൻ കഴിയും. ഹല്ലേലൂയ. കാരണം നിന്റെ ബുദ്ധിയിലാണ് നീ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നീ ഡയറക്റ്റ് ഹെവനുമായി കണക്റ്റഡ് ആകുകയാണ്. പിന്നെ നീ പ്രാർത്ഥിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ആത്മാവ് അതെ പിതാവിനെ അറിയുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഹല്ലേലൂയ അതെ ഹല്ലേലൂയ അതെ യോഹന്നാന്റെ സുവിശേഷം അതെ 16-ാം അധ്യായത്തിൽ അതെ ആ 15-ാമത്തെ വാക്യത്തിൽ അതെ വായിക്കുന്നത്. വേഗത്തിൽ വായിച്ചേ. ഹല്ലേലൂയ. യെസ്. ഹല്ലേലൂയ. 14-15 വാക്യങ്ങൾ വായിച്ചേ. ഹല്ലേലൂയ. 16-ാമത്തെ വാക്യം മാത്രമായി 15-ാമത്തെ 14-15 മാത്രം മതി. ഹല്ലേലൂയ. യോഹന്നാന് അതെ 16-ന്റെ ഹല്ലേലൂയ 14-15 വാക്യങ്ങൾ മാത്രം. അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്കായി അറിയിച്ചു. പരിശുദ്ധാത്മാവ് സ്വതമേ ഒന്നും പറയുന്നില്ല. അവൻ നേരെ യേശുവിനേക്ക് ഇത് കണക്ട് ചെയ്യുകയാണ്. അവൻ പരിശുദ്ധാത്മാവ് നിന്റെ വിഷയങ്ങളെ ഉള്ളിൽ ഞെരക്കിക്കൊണ്ട് നിന്റെ വിഷയങ്ങളെ യേശുവിനെ അറിയിക്കുകയും അത് അവനിൽ നിന്നുള്ളത് നിന്നെ അറിയിക്കുകയും ചെയ്യും. അല്ലാത്തവനെ ഈ പ്രാർത്ഥന ബോറായി തീരും. ഞാൻ വ്യക്തമായി പറയാം, ഞാൻ ചില ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഇരുന്നിട്ട് സമയം എങ്ങനെ പോയെന്ന് എനിക്കറിയാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ട്. മണിക്കൂറുകൾ എൻ്റെ പ്രാർത്ഥന നീളുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ഈ അഭിഷേകത്തിൽ ഞാൻ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ താങ്ക്സ് ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? അകത്തോട്ട് നിങ്ങൾക്ക് കയറാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് സ്വതമേ ഒന്നും സംസാരിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് നിനക്കുള്ളതും അതേ ഹെവനിൽ എത്തിക്കുന്നു. അവിടെ നിന്നുള്ള ആൻസറുകൾ നിന്നെ ആക്കുന്നു. എങ്കിൽ ഹല്ലേലൂയ അവൻ സ്വതമേ മീഡിയേറ്ററായി നിൽക്കുകയാണ്. വേറൊരു മധ്യസ്ഥന്റെ ആവശ്യം നിനക്കില്ല. വേറൊരു മധ്യസ്ഥന്റെ ആവശ്യം നിനക്കില്ല. പരിശുദ്ധാത്മാവിനെ മതി. ഹല്ലേലൂയ. എത്ര പേർ ഇത് പ്രാപിക്കാൻ തയ്യാറാക്കും? എങ്കിൽ എൻ്റെ മെയിൻ വിഷയത്തിലേക്ക് ഞാൻ ഓടി വരികയാണ്. ഇത്രയും നാൾ ഞാൻ പ്രാർത്ഥന എന്നുള്ള വിഷയങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ 12 വർഷമായി ഞാൻ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് കഴിഞ്ഞ നാളിൽ എടുത്തു മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് പുതിയതായി ചിലത് വെളിപ്പെടുത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. എങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വേഗത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നുള്ളത് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ അതിൻ്റെ അവസാന ഭാഗങ്ങൾ മാത്രം ഞാൻ ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ ഹല്ലേലൂയ അതെ 11-ന്റെ ഹല്ലേലൂയ 9 തുടങ്ങിയുള്ള വാക്യങ്ങൾ മാത്രം മതി. 9 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളാണ്. എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്നവന് ഏവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവൻ തുറക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ഭാഗം ഈ 13 വരെയുള്ള വാക്യങ്ങൾ മുഴുവനായി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ മുമ്പിൽ സമയം അനുവദിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തിൽ നിന്ന് ഇത്രയും ഇടവിട്ട് മാറി നിൽക്കുന്നത്. ഹല്ലേലൂയ. അവിടെ പറയുന്നു, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, ഹല്ലേലൂയ മുട്ടുന്നവൻ തുറക്കുന്നു. ഹല്ലേലൂയ. അതേ അടുത്ത ഭാഗം പറയുകയാണ്, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു. ഇവിടുത്തെ പ്രത്യേകത, പരിശുദ്ധാത്മാവ് വളരെ നാളുകൾ ഞാനിത് പ്രസംഗിച്ചതാണ്. ഞാൻ വ്യക്തമായി പറയാം പ്രിയരെ, എന്നിൽ പരിശുദ്ധാത്മാവ് എന്തെങ്കിലും മാറ്റം തന്നാൽ അത് പരസ്യമായി പറയാൻ ഞാൻ തയ്യാറാണ്. ഹല്ലേലൂയ. മുട്ടുക എന്ന് പറഞ്ഞാൽ ഞാൻ ഡോറിന് വെളിയിൽ നിന്നാണ് മുട്ടുന്നത്. മനസ്സിലായോ? എന്തെങ്കിലും തുറക്കാനായിട്ട് ആരെങ്കിലും വീട്ടിനകത്ത് നിന്നിട്ട് മുട്ടുവോ? അങ്ങനെ മുട്ടുന്നവരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. അതെ പറയും, മുട്ടുന്നവന് ഡൗട്ടാണ് ഇത് തുറക്കുകയോ ഇല്ലയോ എന്നുള്ളത്. അന്വേഷിക്കുന്നവൻ കാണാത്തത് കൊണ്ടാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ കണ്ടെത്തുവോ എന്നറിയാതെയാണ് വീണ്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബൈബിൾ പറയുന്നു, ഒരുപാട് അന്വേഷിക്കുന്നതുകൊണ്ട് അവൻ കണ്ടെത്താൻ ചാൻസ് ഉണ്ട്. ഹല്ലേലൂയ. അടുത്ത വാക്യം വീണ്ടും പറയുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, യാചിക്കുക. ഹല്ലേലൂയ. കിട്ടുമോ എന്നറിയാതെയാണ് അവൻ യാചിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെട്ടോ. ഈ പരിശുദ്ധാത്മാവ് അടുത്ത വാക്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വരുമ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാകും. ഹല്ലേലൂയ. താഴോട്ട് വായിച്ചോ. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളിൽ ഒരുവൻ അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? ഹല്ലേലൂയ. അടുത്ത ഭാഗം പറയുകയാണ്, അതെ യേശു പറയുകയാണ്, നിങ്ങളിൽ ഒരുവന് മകൻ അപ്പനോട് മകൻ ഹല്ലേലൂയ അതെ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? ഹല്ലേലൂയ. മീൻ ചോദിച്ചാൽ ആരെങ്കിലും പാമ്പിനെ കൊടുക്കുമോ?
ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര പേർ പറയും യേശു എൻ്റെ അപ്പനാണ്? യേസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നാനത്തിലൂടെ അതേ എൻ്റെ മുന്നിൽ അതേ 3 അപ്പന്മാർ വെളിപ്പെട്ടു. സ്നാനത്തിലൂടെ എനിക്കൊരു സ്പിരിച്വൽ ഫാദർ വെളിപ്പെട്ടു. അതേപോലെ സ്വർഗം തുറന്നിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. അതേപോലെ എനിക്ക് ജന്മം നൽകിയ ഒരു അപ്പൻ. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ വ്യക്തമായി പറയാം, സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ വേഗത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ട് ഹല്ലേലൂയ നിങ്ങളുടെ സ്വർഗീയ അതേ സംരക്ഷണത്തിലേക്ക് നിങ്ങൾ കയറി വരിക. സ്നാനം എന്ന് പറയുന്നത് ഒരു മതത്തിൽ ചേരുവാനുള്ളതല്ല. ഹല്ലേലൂയ. നിന്റെ സ്വർഗീയ അഡ്രസ് വെളിപ്പെടുത്തുന്നതാണ് സ്നാനം. ഹല്ലേലൂയ. എത്ര പേർ കർത്താവിന് നന്ദി പറയാൻ തയ്യാറാണ്? ഹല്ലേലൂയ. എങ്കിൽ എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ഹല്ലേലൂയ. യേശു നിന്റെ അപ്പനാണെങ്കിൽ നീ മുട്ടേണ്ട ആവശ്യമുണ്ടോ? ചിലവർ കൺഫ്യൂഷൻ ആകും ഇന്ന് പകൽ. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. യേശു നിനക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ ബ്രദറെ? ജോബിക്ക് ഉറപ്പുണ്ടോ യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്? എങ്കിൽ ഉയർത്തെണീറ്റ് നിന്റെ പകൽ വന്നിരിക്കുന്നത് നിനക്ക് വേണ്ടിയാ. എന്തിനാണെന്നറിയാമോ? അവൻ ആത്മാവായി ഞാൻ നിനക്കെല്ലാം ചെയ്തെന്ന് പറയാം. ഇന്ന് പകൽ നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകും പ്രിയരെ. നിന്റെ സൗഖ്യത്തെ നന്ദി പറഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകും. മുട്ടണ്ട. നീ വീട്ടിനകത്താണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. യെസ്, വീട്ടിന് പുറത്ത് നിൽക്കുന്നവരാണ് മുട്ടിക്കൊണ്ട് നിൽക്കുന്നത്. ഹല്ലേലൂയ. വീട്ടിന് പുറത്ത് നിൽക്കുന്നവരാണ് വാതിൽ തുറക്കണമെന്ന് പറയുന്നത്. വീട്ടിനകത്ത് നിൽക്കുന്നവർ ശക്തിയോടെ കരങ്ങളെ അടിച്ചുകൊണ്ട് വീട്ടിനകത്തേക്ക് പ്രവേശിക്കാത്തവർ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിന്നെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അഭിഷേകത്തെ വീട്ടിനകത്തേക്ക് നിന്നെ കൊണ്ടുപോകുന്ന അഭിഷേകത്തെ സ്വീകരിക്കുക. എന്റെ അപ്പൻ നല്ല അപ്പനാണ്. എത്ര പേർക്ക് തവന് തന്നെ പറയാൻ തയ്യാറാണ്? ഇത് ഭയങ്കര സംഭവം. ഹല്ലേലൂയ. എവിടെ ചിലർക്ക് തീ കത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ മീറ്റിംഗ് നേരെ സ്ഫോടനമായി ഇത് പൊട്ടാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പകൽ നീ മുട്ടാൻ വിളിക്കപ്പെട്ടവനല്ല, അപ്പനിൽ നിന്ന് പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവൻ. ഹല്ലേലൂയ. എത്ര പേർ പറയും യേശു എനിക്ക് വേണ്ടിയാണ് കാൽവരിയിൽ മറുവിലയായി തീർന്നത്? യെസ്, ഹല്ലേലൂയ. നീ അതേ മരണത്തിലേക്ക് വിധിക്കപ്പെട്ട് യെസ് മുഴുവൻ ശാപവും അതേ പേറി നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ കൂടെ വാ, എൻ്റെ അതേ മുഖം മൃദുവും ലഘുവുമാണ്. യെസ്, എന്റെ മുഖം ഞാൻ നിനക്ക് തരാം, നിന്റെ ഭാരം മുഴുവൻ എന്നിലേക്ക് ഇടുക. ഞാനതിനെ വഹിക്കാം. അവൻ ആ ഭാരമേറിയ മരക്കുരിശും ചുമന്ന് നടക്കുമ്പോൾ അവൻ പറഞ്ഞു, റോയിയുടെ മുഴുവൻ ഭാരത്തെയാണ് അവൻ ചുമക്കുന്നത്. യേശുവിന്റെ ഭാരം ചുമക്കുന്നവരെ ഇന്ന് പകൽ ഞാൻ പറയുന്നു, യേശുവിലേക്ക് കൊടുക്കുക. തക്ക സമയത്ത് അവൻ തുറക്കാൻ പോവുകയാണ് നിനക്ക് വേണ്ടി. തക്ക സമയം വന്നതാണ്. ഹല്ലേലൂയ. ഇനി കാത്തിരിക്കേണ്ട, the right time വെളിപ്പെട്ടു നിൽക്കുകയാണ്. Receive your anointing. ഹല്ലേലൂയ. യെസ്, എങ്കിൽ എന്റെ വിഷയത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരികയാണ്. താഴോട്ട് വന്നാട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്തോ ഫോഴ്സ് പറയാനല്ല ഇന്ന് പകൽ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. മർമ്മങ്ങളെ ഞാൻ സംസാരിക്കുന്നു. താഴോട്ട് വായിക്കാം. മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നു എങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഹല്ലേലൂയ. ഇവിടെ വന്നിട്ട് സംഭവം മാറിയാ പ്രിയരെ. ഹല്ലേലൂയ. പിതാവ് പറയാണ്, ഞാൻ നിനക്ക് മുട്ട തരുമെന്നല്ല പറഞ്ഞതാ, ചോദിക്കുന്നവർക്ക്, പിതാവിനോട് ചോദിക്കുന്നവർക്ക്. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് മച്ച് മോർ, ഞാൻ പരിശുദ്ധാത്മാവിനെ അധികമായി കൊടുക്കും. ഹല്ലേലൂയ. യെസ്, പരിശുദ്ധാത്മാവിനെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിൽ അധികമായി വാങ്ങിക്കാൻ തയ്യാറാക്കുക. യെസ്, എന്താണെന്നറിയാം പ്രിയരെ, പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കാൻ പറയുന്നത് കാരണം നീ പിന്നെ മുട്ട ചോദിക്കണ്ട, നീ പറയുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവ് എത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വർഗത്തിലെ ഈ ഭാഗം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ പല സ്റ്റേജുകളായിട്ടാണ് യേശു പറഞ്ഞു കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പേ ഒരു സ്നേഹിതനോട് പറയുന്നു, സ്നേഹിതന്റെ ആ ഭാഗവും വായിക്കുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടും. അല്ലെങ്കിൽ അവൻ വേണ്ടുവോളം കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പമല്ല കൊടുക്കുന്നത്, അവൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേളിൽ ചലിക്കാൻ തുടങ്ങിയാൽ നിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കേണ്ട, അത് റിസീവ് ആകുകയാണ്. അതുകൊണ്ട് പിതാവ് പറഞ്ഞു, എന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികം ഞാൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കും, എത്രയധികം ഞാൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കും. എങ്കിൽ ഇന്ന് മകൾ ജോലിക്ക് വേണ്ടി
എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. ആത്മാവ് എന്നോട് പറഞ്ഞെന്താണെന്ന് അറിയാമോ? ഞാൻ ചെയ്തു കഴിഞ്ഞത് ഈ പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരികയാണ്. ഞാൻ ചെയ്തു കഴിഞ്ഞത് നിനക്ക് പറഞ്ഞു തരുന്നത്, അതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എങ്കിൽ ഹല്ലേലൂയ, ഇത് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ വചനത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നേ, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വേഗത്തിൽ വന്നേ. ഹല്ലേലൂയ, കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, 2-ാം അധ്യായം അതിൻ്റെ 9-10, ഹല്ലേലൂയ, അതിൻ്റെ 13-14 വാക്യങ്ങൾ വായിച്ചേ. അല്ലെ 12-13 വാക്യങ്ങൾ മതി. 12. ലോകത്തിന്റെ ആത്മാവിനെ അല്ല. ഈ ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടായിരിക്കണം. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ റിവീലാകാൻ പോവുകയാണ്. ഹല്ലേലൂയ, നാമോ ലോകത്തിന്റെ ആത്മാവുള്ളവരല്ല. വായിച്ചോ. ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിങ്കൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ദൈവത്തിന്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചതെന്ന് എത്ര പേർ പറയുന്നുണ്ട്? ദൈവത്തിന്റെ ആത്മാവിനെയാണ് ഞാൻ പ്രാപിച്ചതെന്ന് എത്ര പേർ പറയുന്നുണ്ട്? ഹല്ലേലൂയ, ഇത് ഹല്ലേലൂയ, അതെ, എന്തിനാണ് അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു? ഹല്ലേലൂയ, അടുത്ത വാക്യം വായിച്ചേ. അടുത്ത വാക്യം വേഗത്തിൽ വായിക്കുക, എന്നോട് ചേർന്ന് ഹല്ലേലൂയ വായിക്കുക. അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാലല്ല, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട്, ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ജഡികന്മാരോടല്ല സംസാരിക്കുന്നത്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവന്റെ പുത്രത്തിന്റെ ആത്മാവിന്റെ ഉള്ളിലിട്ടതോടെ നീ പുത്രൻ എന്ന് പറയുന്ന അപ്പാ പിതാവ് എന്ന് വിളിക്കേണ്ട ആത്മാവിനെ എന്റെ വെളിയിലായി. അതുകൊണ്ട് ഇനിയും നീ ദാസനല്ല, പുത്രൻ എന്ന് ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നു. എങ്കിൽ പുത്രനെങ്കിലോ നീ അവകാശി ആകുന്നു. ഹല്ലേലൂയ. ഞാൻ അത് ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയരെ, എഴുതി വെക്കാൻ തയ്യാറാക്കുക. ബാക്കിയുള്ളവർ വാ തുറന്ന് ചലിപ്പിച്ചു തുടങ്ങുക. ഒറ്റ കാര്യമേ ഉള്ളൂ. പിതാവിനോട് പറയുക, എനിക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. എനിക്ക് കൂടുതൽ പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്. ഗലാത്യർ 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ മാത്രം. നിങ്ങൾ മക്കളാണ്. എത്ര പേർ പറയും ഞാൻ മക്കളാണ്, ഞാൻ മകനാണ്? മകനാകുന്നുണ്ടെങ്കിൽ അപ്പന്റെ വീട്ടിനകത്തല്ലേ നിൽക്കുന്നത്? അപ്പന്റെ വീട്ടിനകത്തല്ലേ നിൽക്കുന്നത്? ഇനി മുട്ടേണ്ട ആവശ്യമുണ്ടോ? ഭാഷയിൽ പരിശുദ്ധാത്മാവിൽ പ്രാപിക്കാൻ തുടങ്ങുക. ഭാഷയിൽ പ്രാപിക്കാൻ തുടങ്ങുക. ഭാഷയിൽ പ്രാപിക്കാൻ തുടങ്ങുക ഈ പകൽ. ഓ ഹല്ലേലൂയ. വേഗത്തിൽ 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 നിങ്ങളുടെ അതിനെ തുടങ്ങുക. മക്കളെങ്കിലോ ഞാൻ അവകാശിയാണ്. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തു യേശുവിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നവൻ. ഹല്ലേലൂയ. മർമ്മം വെളിപ്പെടുകയാണ്. ഇനി നിനക്ക് രോഗത്തിന് കീഴിൽ നിനക്ക് ഇരിക്കാൻ കഴിയത്തില്ല. കാരണം രോഗത്തിന് വേണ്ടി അവൻ മനുഷ്യനാണ്. ഓ ഇതെപ്പോഴാണ് തിരിച്ചറിയുന്നതെന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നിൽ ജാഗരിക്കാൻ തുടങ്ങുമ്പോഴാണ്. പരിശുദ്ധാത്മാവ് നിന്നിൽ ജാഗരിക്കാൻ തുടങ്ങുമ്പോഴാണ്. ഹല്ലേലൂയ. അതെ, എന്നോട് ചോദിച്ചാൽ, പിതാവിനോട് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിനെ എത്രയധികം തരും. എന്തിനെന്നറിയാമോ? നിന്റെ വിശകട വെളി അതെ ചലിക്കുവാൻ. ഹല്ലേലൂയ. എങ്കിൽ പരിശുദ്ധാത്മാവിലേക്ക് വേഗത്തിൽ നാം പോവുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. തളരാത്ത ചില പോരാളികൾ ഇതിനകത്ത് എണീറ്റ് വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇന്നു മുതൽ ചില പ്രാർത്ഥിക്കുന്നവർ പറയും, പാസ്റ്റർ, ഈ അതേ സഭാരാധന കഴിഞ്ഞതോടെ എന്റെ പ്രാർത്ഥനയിൽ എനിക്ക് മടുപ്പ് തോന്നുന്നില്ല. മണിക്കൂറുകൾ എങ്ങനെ എന്റെ മുമ്പിൽ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവൻ എന്നിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അവൻ എന്നെ പ്രാർത്ഥിക്കാൻ നിർബന്ധിക്കാൻ തുടങ്ങുകയാണ്. ഓ ഷാൽ ബാബാ. റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. നമുക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ പ്രാർത്ഥിക്കേണ്ടത്. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളെ നമുക്ക് വേണ്ടി. എന്നാൽ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്ന ഒരുത്തന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവനറിയാം, അവൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഒരുത്തൻ ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വാക്യം വായിച്ചേ. എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട്. ഈ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ചലിക്കുന്നത്. എത്ര പറയും ഞാൻ ക്രിസ്തുവിൽ വിശുദ്ധനാണ്, ഞാൻ ക്രിസ്തുവിനെ അതെ നീതീകരിച്ചതാണ്, അവന്റെ രക്തം എന്നെ നേടിയതാണ്. ഹല്ലേലൂയ. അതെ ഹല്ലേലൂയ. എങ്കിൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി
ദൈവഹിതപ്രകാരം പശുവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എങ്കിൽ അത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന്റെ ചിന്ത ഇന്നത് എന്ന് അറിയുന്നവൻ അറിയാൻ തുടങ്ങും. ഓ, ആത്മാവിന്റെ ചിന്ത ഇന്നതെന്നുള്ളത് അറിയാൻ തുടങ്ങും. എങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. ആത്മാവിൽ അതേ ചിന്ത ഇന്നതെന്ന് അറിയേണ്ടവൻ അറിയാൻ തുടങ്ങും. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യവും 27-ാമത്തെ വാക്യവും ഒന്നുകൂടെ വായിച്ചേ, എന്നിട്ട് അടുത്ത മർമ്മത്തിലോട്ട് കയറാൻ പോകുകയാണ്. ആവണ്ണം തന്നെ. എങ്കിൽ രക്ഷിക്കപ്പെട്ട ശാനപ്പെട്ട ആ സെക്കൻഡിൽ നിന്റെ വെളിയിൽ ആത്മാവ് വന്നു കഴിഞ്ഞു. ആരും ഇനി ഡൗട്ട് പറയരുത്. ചിലവർ പറയുന്നു, നാളുകളായി അതേ അന്യഭാഷയ്ക്ക് കാത്തു നിൽക്കുന്നു, എനിക്ക് ലഭിക്കുന്നില്ല. ഞാൻ പറയുന്നു, നീ ഇത് റിസീവ് ചെയ്യാൻ അതേ പുറത്തോട്ട് വിടാൻ കഴിയാത്തത് കൊണ്ടാണ്. നിന്റെ ഉള്ളിൽ ആ സമയത്ത് തന്നെ അവൻ പുത്രത്തിന്റെ ആത്മാവിനെ ഇട്ടുകഴിഞ്ഞതാണ്. ഇനി നീ പുത്രനെങ്കിലും അവകാശിയാണ്. ഇനി നീ കൊട്ടണ്ട, തിള്ളണ്ട, അന്വേഷിക്കണ്ട. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് കണക്റ്റഡ് ആകുകയാണ്. നിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് പിതാവ് അറിയുകയാണ്. ഇത് മനസ്സിലായപ്പോൾ പ്രിയരെ, 20 മിനിറ്റ് മാത്രം നിന്ന് എൻ്റെ പ്രാർത്ഥന മണിക്കൂറുകളിലേക്ക് വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ ബസ്സിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കുന്നു, ഞാൻ നടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് മനസ്സിലായാലുള്ള അത്ഭുതം എന്താണെന്ന് അറിയാമോ പ്രിയരെ? ഞാൻ എന്നും ഒരു ലിസ്റ്റ് എഴുതി വെക്കും പ്രാർത്ഥിക്കാനായിട്ട്. എന്നും എൻ്റെ പ്രാർത്ഥന ഈ ലിസ്റ്റിന് അപ്പുറത്തേക്ക് പോകാറില്ല. എന്നാൽ നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ അടുത്ത ദിവസം ഇത് ദൈവത്തിന്റെ പ്രാർത്ഥനയാണ് പ്രിയരെ. ദൈവം പറയാണ്, എടാ, അമേരിക്കയിൽ ഒരു വ്യക്തി സ്ട്രഗിൾ ചെയ്യാണ്, പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ഒരിക്കലും ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ, എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ അമേരിക്കയിലുള്ള വ്യക്തിക്ക് വേണ്ടി എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള. ഞാൻ ചില ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമേരിക്കയിൽ നിന്ന് രഞ്ജി പറഞ്ഞെ വിളിക്കും, ഹല്ലേലൂയ മോനെ, നീ ഇന്ന് ഇത്ര സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞാൻ പ്രാർത്ഥിച്ച് എനിക്കറിഞ്ഞുകൂടാ, പക്ഷേ അന്യഭാഷയിൽ ഞാൻ ആരാധിക്കുന്നുണ്ടായിരുന്നു, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, അന്യഭാഷയിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അന്യഭാഷയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഓ ഇത് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം പറയുകയാണ്, ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എഴുതി വെച്ചതിനകത്ത് രഞ്ജി പറഞ്ഞ പേര് പോലും ഇല്ലായിരുന്നു. മനസ്സിലായോ? ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ആത്മാവ്, അതുകൊണ്ടാണ് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നത്. നീ അടുത്ത തലങ്ങളിലേക്ക് വരുമ്പോൾ ആത്മാവ് നിന്നെ എടുത്തുകൊണ്ടുപോകാൻ പോകും. ഇത് ഹയർ ലെവലാണ് പ്രിയരെ പറയുന്നത്. ഇതെന്തോ ഹല്ലേലൂയ 10 മിനിറ്റുള്ള പ്രാർത്ഥനയല്ല ഞാൻ പറയുന്നത്. നിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയായി മാറാൻ പോകുന്നു. നിന്റെ ഉണർന്നിരിക്കുന്ന സമയം പോലും അതേ പ്രാർത്ഥനയായി മാറാൻ പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അതേ അഭിഷേകന്മാരെ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഹല്ലേലൂയ, മരിച്ചവരെ ഉയർപ്പിച്ചവർ, ഹല്ലേലൂയ, അതേ ചാൾസ് ബിന്നിനോറിൽ, ഹല്ലേലൂയ, അതേ ഹല്ലേലൂയ, ബില്ലി ഗ്രഹാം മുതൽ ഇവരെല്ലാം കണ്ണു തുറന്ന, റെയ്നാഡ് ബോംഗെ മുതൽ ഇവർ കണ്ണു തുറന്നാൽ ഇവരെ നാവ് ചലിച്ചുകൊണ്ടിരിക്കുക. ഇതെന്തോ സംതിങ് വ്യത്യസ്തതയിലേക്ക് മാറുകയാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ലെവലിലേക്ക് വളരണം? വളരണം. ആത്മാവിൽ പ്രാർത്ഥിക്കുക, ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇത് ദൈവത്തിന്റെ ഭാഷയാണ് പറയുന്നത്. ഈ ഭാഷയിൽ പ്രാർത്ഥിച്ചാൽ പിശാചിന് മനസ്സിലാകത്തില്ല. ഇത് ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ അതേ ദൈവത്തിന് ആ സെക്കൻഡിൽ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയോ? പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ചിലവർ എത്ര പ്രാർത്ഥിച്ചാലും ചിലവർക്ക് സന്തോഷം തോന്നാറില്ല. കാരണം എന്താണെന്നറിയോ? അവർ ബുദ്ധിയിലാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് പ്രിയരെ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ മലേഷ്യ ചെന്ന് രാവിലെ 2 മണിക്കൂർ ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞതോടെ ഞാൻ വല്ലാതെ ഫ്രീ ആയി. അതുവരെ ഉറക്കത്തിൻ്റെ ഒരു ടയർഡ് ഉണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ, പക്ഷെ ഞാൻ ഫ്രീ ആയി. അതേസമയം ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ 20 നിമിഷം കഴിയുമ്പോൾ ഞാൻ അവിടെ ഉറങ്ങാൻ തുടങ്ങും. കാരണം നിന്റെ ഉള്ളിലെ ആവശ്യങ്ങളെ അതേ അറിയുന്ന ആത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണക്റ്റഡ് ആകുകയാണ്. ഓ ജീസസ്, ജീസസ്. ആർക്കോ സത്യം പിടികിട്ടുന്നു ഇന്ന് പകല്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത നിരക്കങ്ങളിൽ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുകയാണ്. ഓ ശാല ചാല 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 ചാല, ഓ ശാല ചാല ചാല ചാല. ചുമ്മാ ഇരിക്കരുത്, വാ തുറന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഇത് പ്രാർത്ഥിച്ചാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നിന്റെ ശരീരം നാൾക്കുനാൾ ബലപ്പെടാൻ തുടങ്ങും. നിനക്ക് ടയർഡ് ഉണ്ടെന്നേ തോന്നത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഞാൻ ജോബിയും ഹല്ലേലൂയ എന്നാൽ രാത്രി 12 മണിക്ക് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ടയർഡായിട്ട് തോന്നി. കുറച്ച് നേരം അന്യഭാഷകൾ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നെ നോക്കും വീണ്ടും അത് ഉറങ്ങിയത് എന്നെക്കാളും ഫ്രഷ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ഇത് ഫ്രഷ് ആക്കുന്ന ആത്മാവാണ്. യെസ്, കാരണം ഹല്ലേലൂയ ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്നർ ഹീലിംഗിന്റെ ആവശ്യമില്ല പ്രിയരെ. കാരണം വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഹൃദയത്തിന്റെ വേദന പോലും ആത്മാവ് പൊക്കിക്കൊണ്ട് പോവുകയാണ്. ഓ ശാബ രാബ 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 രാബ. കാരണം അകത്ത് ഞരങ്ങുന്ന ആത്മാക്കൾ, കാരണം ഈ ആത്മാവിൽ പ്രാർത്ഥിക്കാത്തവരെ നോക്കിയാൽ മതി, അവർക്കാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ നിൽക്കുന്നത്. അല്ലാത്തവന് ഈ രോഗം വരത്തില്ല. കാരണം നിന്റെ അകത്ത മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. എത്ര പേർക്ക് തിരിച്ചറിയുന്നുണ്ടെന്ന് മനസ്സിലാകുന്നില്ല എനിക്ക്. ഹല്ലേലൂയ. പിടികിട്ടിയ ചിലവർക്ക് അത് വിപ്ലവകരമായി അവരുടെ ജീവിതം മാറാൻ പോവുകയാണ്. സ്ഫോടനം പോലെ അവരുടെ ജീവിതം മാറാൻ പോവുകയാണ്. അവർ പ്രാർത്ഥിക്കാനും പ്രാപിക്കാനും തുടങ്ങും. ഹല്ലേലൂയ. നീ മണിക്കൂറുകൾ മറ്റുള്ളവർക്ക് വേണ്ടി അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, എന്നോട് ചോദിക്കുക, പരിശുദ്ധാത്മാവിനെ എത്രയധികം ഞാൻ തരാൻ തയ്യാറാക്കുന്നു. ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ് പ്രിയരെ. ദൈവത്തിന്റെ ആഗ്രഹം ഇതാണ്. ഹല്ലേലൂയ സഹോദരി, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ തരിക. നിന്റെ വിഷയങ്ങൾ അത് പറയേണ്ട ആവശ്യമില്ല. ഈ വിഷയം പിതാവുമായി കണക്റ്റഡ് ആകുകയാണ്. യെസ്, നീ നിന്റെ വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. പ്രാർത്ഥിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്തോ സംഭവിക്കുന്ന പകലാണിത്. സംഭവിക്കുന്ന പകലാണിത്. ഇത് സംഭവിക്കുന്ന പകലാണ്. ഞാൻ വ്യക്തമായി പറയാം, ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ കയറുന്നുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മാറും. ചിലവർ ചോദിക്കാറുണ്ട്, എത്ര മണിക്കൂറാണ് പ്രാർത്ഥിക്കുന്നത്? എനിക്കിന്ന് അവരോട് സമയം പറയാനില്ല. കാരണം ഞാൻ കണ്ണു തുറന്നാൽ ഒരുപക്ഷെ പ്രാർത്ഥനയിലാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. കാരണം എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുക. ഞാൻ ജോലി ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലുള്ള സത്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാ ബ്രദറെ. ഹല്ലേലൂയ. ആത്മാവ് തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം അതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്റെ മുഴുവൻ ഹൃദയ ഭാരങ്ങളും നിന്റെ ടെൻഷനുകളും ഭാരങ്ങളും മാറിപ്പോകുന്ന പകലാണിത്. ഹല്ലേലൂയ. എങ്കിൽ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഹല്ലേലൂയ. യെസ്, അടുത്ത ഭാഗത്തിലേക്ക് വന്നേ. ഹല്ലേലൂയ. ഇത് ഓരോ പൗലോസ് ഇത് ലെറ്റർ എഴുതുന്ന പോലെയാണ് എഴുതുന്നത്. അത് കണക്റ്റഡ് ആണ് മുഴുവൻ. എങ്കിൽ അതിന്റെ 28ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. യെസ്, ഇങ്ങനെ ഹല്ലേലൂയ 27ാമത്തെ വാക്യം 28ഉം കണക്റ്റഡായി വായിക്കുക. ഹല്ലേലൂയ. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട്, ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി അതെ ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവിടെ ആത്മാവ് അടുത്ത വാക്യം എഴുതുകയാണ്. എന്താണെന്നറിയോ പ്രിയരെ? ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയായി വ്യാപരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. യെസ്, ഹല്ലേലൂയ. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുമ്പോൾ അടുത്ത വാക്യം പറയുകയാണ്, യെസ്, ഇവന് ദൈവത്തെ സ്നേഹിക്കാതിരിക്കാൻ കഴിയത്തില്ല. കാരണം ഇവന്റെ ദിവസവും അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പിന്നെ അതേ ദൈവകൃപ പ്രകാരം ഹല്ലേലൂയ സകലതും നന്മയായി മാറുകയാണ്. കണക്റ്റഡായി വാക്യങ്ങള് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിന്റെ ജീവിതത്തിലുള്ള സകല തിന്മകളും മാറാൻ തുടങ്ങുമെന്ന്. കാരണം ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സകല സത്യവും നിന്റെ മുമ്പിൽ വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും വഴിയിൽ ആപത്തുണ്ടെങ്കിൽ വരുന്നതിന് മുമ്പേ ആത്മാവ് നിന്നെ അതിനകത്ത് തട്ടി മാറ്റിക്കളയും. ഹല്ലേലൂയ. കാരണം ആത്മാവിന്റെ പ്രാർത്ഥന ഇതാണ്. അടഞ്ഞു നിൽക്കുന്ന വഴികൾ മുഴുവൻ തുറക്കാൻ തുടങ്ങും. കാരണം നീ വീട്ടിനകത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എനിക്കൊരു ആത്മസന്തോഷം പിടികിട്ടുന്നു പ്രിയരെ. ഇതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞത്, ഞാൻ ഹല്ലേലൂയ ദൈവരാജ്യത്തിൽ നടക്കുകയാണ്. ഞാൻ ഈ ഭൂമിയിലെ ആളാണെങ്കിലും ഞാൻ സ്വർഗത്തിൽ പൗരത്വമുള്ള പ്രിയരെ. എത്ര പറയും എൻ്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടതാണ്? സ്വർഗത്തിൽ എഴുതപ്പെട്ടതാണ് എൻ്റെ പേര്. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നീ സ്വർഗത്തിന്റെ ചിന്തകളുമായി മുമ്പോട്ട് പോകുന്നത്. പൗലോസിനെ നിങ്ങൾ ആഴമായി പഠിക്കാൻ തുടങ്ങിയാൽ പൗലോസ് പറയുക, ഈ ചിന്ത മനസ്സിലായിട്ട് പൗലോസ് പറയുക, എനിക്ക് ഭൂമിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ സമയമില്ലെന്ന്. എന്റെ ചിന്ത മുഴുവൻ ഉയരത്തിലുള്ളതാണ്. കാരണം ഞാൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവനാണ്. അവൻ എന്നെ ഉയരത്തിൽ പിതാവിന്റെ വലതുഭാഗത്ത് പുത്രനോട് കൂടെ ഇരുത്തിയിരിക്കുകയാണ്. എങ്ങനെയാ പൗലോസിന് പിടികിട്ടുന്നത്? കാരണം അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പൗലോസ് ഇത് മനസ്സിലാക്കുന്ന അതെ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുകയാണ്, എപ്പോഴും പ്രാർത്ഥിക്കുക. ഞാൻ ചോദിച്ചു, പൗലോസ് എങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. പൗലോസ് അതെ ആത്മാവിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവോട് എപ്പോഴും പ്രാർത്ഥന. അതെ പൗലോസ് അതെ കൊരിന്ത ലേഖനത്തിൽ പറയാ, എല്ലാവരെക്കാളും അധികമായി ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നു.
ഹല്ലേലൂയ. ചരിത്രകാരൻ പറയുകയാണ്, പൗലോസ് നടക്കുമ്പോൾ ഹല്ലേലൂയ ആദരം ചലിച്ചുകൊണ്ടേയിരുന്നു. റോ ലോ തോ മാ സാ ലാ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? എങ്കിൽ പിന്നെ നിന്റെ വിഷയത്തിന് പ്രാർത്ഥിക്കുക വേണ്ടേ? ഇത് ആത്മാവ് എടുത്തോണ്ട് പോവുകയാണ്. ഹല്ലേലൂയ. കണക്റ്റഡാ. ഇന്ന് മുതൽ ഇങ്ങനൊന്ന് പ്രാർത്ഥിക്കാൻ എത്ര വർത്തായ. ഹല്ലേലൂയ. മുട്ടണ്ട, യാചിക്കണ്ട, ഹല്ലേലൂയ അന്വേഷിക്കണ്ട. ഇത് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഒറ്റ കാര്യം എപ്പോഴും പ്രാർത്ഥിക്കുക, ഐ നീഡ് ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ. എനിക്കതിന് ആവശ്യമാണ്. എനിക്ക് കൂടുതൽ മോർ ആവശ്യമാണ്. കാരണം എന്താണെന്നറിയാമോ? പിതാവ് ആഗ്രഹിക്കുന്നത് ഈ കുഞ്ഞിന്റെ അവസ്ഥയിൽ നിന്ന് അത് യേശുവിന്റെ തലയോളം വളരുക. ഇല്ലാത്തവനാണ് പരാതിയുള്ളത്. ഇല്ലാത്തവനാണ് ക്രിസ്ത്യമാർഗം പരാജയമായി തോന്നുന്നത്. ഇല്ലാത്തവനാണ് ഇത് മടുപ്പായി തോന്നുന്നത്. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് ഇതൊരു പരാജയമല്ല പ്രിയരെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതിന് ആത്മാവിന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. സന്തോഷിക്കാൻ തയ്യാറായി തുടങ്ങുക. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. അടുത്ത വാക്യം കണക്റ്റഡാണ്. താഴോട്ട് വായിച്ചു. ഹല്ലേലൂയ. അതിന്റെ 29ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. ഹല്ലേലൂയ. ഇതൊരു ഭയങ്കരമായ ക്ലാസ് ആണ് പ്രിയരെ. ഹല്ലേലൂയ. ഇതിനകത്ത് നിങ്ങൾ ചലിപ്പിക്കാൻ തുടങ്ങിയാൽ വിടുതലാണ്. അതിന്റെ 29 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. ആത്മാവ് ആദ്യമേ നന്മയ്ക്കായി വ്യാപരിപ്പിച്ചു. അടുത്തത് ആത്മാവ് ഇവനെ കാണിച്ചു കൊടുക്കുകയാണ്. നീ ഹല്ലേലൂയ മുൻ നിർണയിക്കപ്പെട്ടവനാണ് നീ. ഹല്ലേലൂയ. അടുത്ത വാക്യം ഹല്ലേലൂയ വായിച്ചേ. അവൻ മുന്നറിഞ്ഞവനെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാക്കേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിന്നെ അവന്റെ സ്വരൂപത്തോട് അങ്ങ് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ പ്രിയരെ, ഞാൻ കുറ്റം പറയുന്നതല്ല. പല സഭകളിലും അവർ ഭയങ്കരമായി ഹോളിനെസ് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹോളിനെസ് ആവശ്യമില്ലെന്ന് ഞാൻ പറയാറില്ല, വിശുദ്ധി ആവശ്യമില്ലെന്ന് ഞാൻ പറയാറില്ല. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നവർ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ പുത്രനോട് നിന്നെ അങ്ങ് അനുരൂപമാക്കിയെന്നാണ് പറയുന്നത്. അവൻ്റെ പുത്രനോട് നിന്നെ അങ്ങ് ചേർത്ത് വെച്ചെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ പിന്നെ നീ ഹോൾനെസ് പറയേണ്ട ആവശ്യമില്ല. നീ പരിശുദ്ധനാണ്. കാരണം നീ ദൈവമായി കണക്റ്റഡായി നിൽക്കുകയാണ്. പുത്രനുമായി നീ ചേർന്നാണ് നിൽക്കുന്നത്. പുത്രനുമായി രണ്ടായി നടക്കുന്നവർക്കാണ് അത് വിശുദ്ധി ആവശ്യമുള്ളത്. നീ നടക്കുന്നിടം വിശുദ്ധിയായി മാറുമെന്ന്, നീ കേറുന്ന ഭവനം വിശുദ്ധിയായി മാറുമെന്ന്. കാരണം നീ നടക്കുന്നത് യേശു നടക്കുന്നത് പോലെയാ. കാരണം അനുരൂപരായി തീർന്നു കഴിഞ്ഞു. അടുത്ത വാക്യം അതിനേക്കാൾ ഭയങ്കര അർത്ഥമാണ് പൗലോസ് എഴുതുന്നത്. ഹല്ലേലൂയ. ചേർന്ന് വായിക്കുക. ഹല്ലേലൂയ. അതെ, ആ വാക്യം നിർത്തി ഒന്ന് വായിച്ചേ. ഹല്ലേലൂയ. മുന്നറിയിച്ചവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അവന്റെ സ്വരൂപത്തോട് ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ എന്തോ ചെയ്തിരിക്കുന്നു അറിയാമോ? അവൻ മുൻ നിയമിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. ഹല്ലേലൂയ. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും. ഹല്ലേലൂയ. ഇന്ന് പകൽ ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ പാപിയാണെന്ന്? ഇത് പാപിയുടെ ആരാധനയല്ല. നിന്നെ അവൻ വിളിച്ചതാണെന്ന് ഉറപ്പാണെങ്കിൽ അവൻ നിന്നെ നീതീകരിച്ചതാണ്. ഇത് മനുഷ്യനല്ല പറഞ്ഞത്, ദൈവവചനം പറയുന്നു. നിന്നെ അവൻ നീതീകരിച്ചതാണ്. അടുത്ത വാക്യം. ഹല്ലേലൂയ. നീതീകരിച്ചവരെ തേജസ്കരിച്ചു. നീതീകരിക്കപ്പെട്ടാൽ അടുത്ത സംഭവം എന്താ അറിയോ? നിന്റെ മുകളിൽ ഒരു തേജസ് വീണമേ. ഈ തേജസ് എന്തുവാണെന്നറിയോ? ഏതൻ തോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ തേജസ്. ഹല്ലേലൂയ. കളിപ്പിക്കപ്പെടാനല്ല, പിന്നെ മുഴുവൻ ജയമാ. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കിയ പൗലോസാണ് പറഞ്ഞത്, ക്രിസ്തുയേശുവിൽ എല്ലായിടത്തും എല്ലായ്പ്പോഴും അവൻ ഞങ്ങൾക്ക് ജയം മാത്രം തരുന്നു. ഹല്ലേലൂയ. കാരണം തേജസ് നിന്റെ മുകളിൽ വീണു കഴിഞ്ഞു. ഈ വചനം എല്ലാവർക്കും പിടികിട്ടത്തില്ലേ? ഹല്ലേലൂയ. ഇത് ആത്മാവിൽ ചലിക്കുന്നവൻ ഈ വചനം പിടികിട്ടാൻ തുടങ്ങും. തേജസ് വീണവൻ അവൻ ഹല്ലേലൂയ അവൻ പറയും, ഞാൻ യേശുവിന്റെ ഭൂമിയിലെ രൂപമാണ്. കാരണം എന്താണെന്നറിയാമോ? അതേ ജെനിസിസിൽ അവൻ സ്വന്തം ചായനെ സൃഷ്ടിച്ചതാ. തേജസ് വീണോ പറഞ്ഞേ? ഉറപ്പാണോ സിസ്റ്ററെ? തേജസ് വീണാലുള്ള പ്രത്യേകത എന്താ അറിയാമോ? പിന്നെ രോഗത്തിന് ഇതിനെ പ്രവേശിക്കാൻ പറ്റത്തില്ല, രോഗത്തിന് ഇതിനെ തൊടാൻ പറ്റത്തില്ല, പാപത്തിന് നിന്നെ തൊടാൻ പറ്റത്തില്ല. കാരണം ദൈവ തേജസ്സിൽ നീ കവറപ്പാണ്. നിന്നെ കവർ ചെയ്യുന്നതാണ് ദൈവ തേജസ്.
പിശാചിനെ നോക്കിയാൽ നിന്നെ ജോബിയായി കാണാൻ പറ്റത്തില്ല. തേജസ്കരിച്ച ക്രിസ്തുവിനെ കാണാൻ പറ്റും. കാരണം മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു എന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഇത് സാധാരണ പഠിപ്പിലല്ല ഈ സഭ നിൽക്കുന്നത്. നിഴലിൻ കീഴിലല്ല, മറവിൻ കീഴിലല്ല നിൽക്കുന്നത്. എന്റെ യേശു എന്റെ ഉള്ളിൽ ഇരിക്കുന്നു. യേശുവിന്റെ ഉള്ളിലാണ്, യേശുവിന്റെ ഉള്ളിലാണ്. അതുകൊണ്ട് എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, നീ ചോദിക്കുന്നതിനും നിരക്കുന്നതിനും ആത്യന്തപരമായി നിന്നിലൊരു ശക്തി വ്യാപരിക്കുന്നുണ്ട്. അത് സഭയിലും ക്രിസ്തുയേശുവിലും നിനക്കായി ചെയ്യുന്നതാണ്. ചോദിക്കണ്ട പ്രിയരെ. നിന്റെ ചിന്തയിൽ പോലും വരാത്തത് ചെയ്യുക പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കാൻ പാടാ പ്രിയരെ. പക്ഷെ മനസ്സിലായ നിന്നെ പിടിച്ചാൽ പിന്നെ ആർക്കും കിട്ടത്തില്ല. എത്ര പേർ തയ്യാറാകും? എനിക്ക് പരിശുദ്ധാത്മാവിനെ കൂടുതൽ വേണം. പരിശുദ്ധാത്മാവിനെ കൂടുതൽ തരാൻ എത്ര പേർ പ്രാർത്ഥിക്കാം? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൂടുതൽ വെളിപ്പെട്ടാൽ ഹൃദയ വേദനകൾ മാറാൻ തുടങ്ങും, ഹൃദയ മുറിവുകൾ മാറാൻ തുടങ്ങും. എനിക്കറിയാം, ആരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങളുമായി ഇതിനകത്തിരിക്കുന്നവരുണ്ട്. അവർ സ്വതമേ ഇരിക്കുമ്പോൾ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയാണ്, എനിക്ക് നീ കൂടുതൽ അവസരം താ. ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാൻ നിന്നെ അറിയിച്ചു തരാം. വരാനുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു തരാം. നടക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ഹല്ലേലൂയ. സ്വർഗത്തിൽ നിന്നുള്ള നടക്കാൻ കാര്യങ്ങൾ പറഞ്ഞു തരാം. ദൈവത്തിൽ ഹല്ലേലൂയ മുൻ നിർണയിക്കപ്പെട്ടവനാണ് നീ. ഹല്ലേലൂയ വിളിക്കപ്പെട്ടവനാണ് നീ. ഹല്ലേലൂയ അതെ തേജസ്കരിക്കപ്പെട്ടവനാണ് നീ. പുത്രനോട് അനുരൂപമാക്കിയതാണ് നിന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി വ്യാപരിക്കുകയാണ്. സകലതും നന്മയ്ക്കായി വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ചുകൊണ്ട് ഏറ്റെടുത്ത് തുടങ്ങുക. ഇത് പറയുന്നവൻ പറയും, യേശു എനിക്കൊരു കഥയല്ലെന്നേ. ഇത് പറയുന്നവൻ പറയും, യേശു എനിക്കൊരു കഥയല്ല. ഓരോ ദിവസം അവന്റെ ജീവിതത്തിൽ പരിവർത്തിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസം അവൻ എന്നിൽ വളർന്നുകൊണ്ടിരിക്കുക. ഓരോ ദിവസം അവൻ എനിക്ക് വേണ്ടി ചിലത് ചെയ്തുകൊണ്ടിരിക്കുക. ഭയങ്കരമാണ് പ്രിയരായത്. ഈ മർമ്മങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടിയാൽ പിന്നെ നിങ്ങൾ എല്ലാ ദിവസവും ജഗങ്ങളിൽ പിളർക്കാൻ നടക്കത്തില്ല. ഈ ആത്മസന്തോഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തുടങ്ങിയാൽ, അന്യഭാഷയിൽ പറയുമ്പോൾ നിങ്ങളുടെ ശരീരഭാരങ്ങൾ കുറയുകയാണെന്ന് ഇന്ന് പകരം. കാരണം പിതാവ് പറയാണ്, പരിശുദ്ധാത്മാവിനെ അധികം തരാം, നിന്റെ വിശുദ്ധരമണിൽ അധികം തരാം, അധികം തരാം, അധികം തരാം. ചോദിച്ചാൽ മാത്രം മതി, തരാൻ തയ്യാറായി നിൽക്കുകയാണ്. എങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് വേഗത്തിൽ തിരിച്ചതാണ്. കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിച്ചേ. ഹല്ലേലൂയ. എന്നിട്ട് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. വചനം നിങ്ങൾ നിർത്തി വായിക്കണമെന്ന്, അവിടെയാണ് വിടുതൽ നിൽക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ പറയുന്നത് ദൈവം സ്നേഹിക്കുന്നവർക്ക് എല്ലാം ഭയങ്കര കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇത് ഞാൻ വീണ്ടും വായിച്ചു നോക്കിയപ്പോൾ ഇതിനകത്തൊരു ഭയങ്കര സംഭവമുണ്ട്. ഇത് ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി വെച്ചേക്കുന്നത്. അവരെ വിളിച്ച് പറയുന്ന, ഇത് ഇന്നോട്ട് വാ, നിനക്ക് വേണ്ടി കരുതിയേക്കുന്ന ഭയങ്കര കാര്യങ്ങളാണ്. അടുത്ത വാക്യം വായിച്ചാൽ ഇത് പിടികിട്ടത്തോളൂ. അടുത്ത വാക്യം വായിച്ച കണക്റ്റഡ് വാക്യാണ്. എന്ന് എഴുതിയിരിക്കുന്നത് പോലെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇതെല്ലാം മുമ്പേ വെളിപ്പെടുത്തിയതാ. ഇനി ആരും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ക്രൂശിലവൻ ചെയ്തതാണ്. ഇത് ക്രൂശിലവൻ ചെയ്തതാണ്. ഇത് പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയതുകൊണ്ടാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് വെളിപ്പെട്ടത് ആത്മാവിനാണ്. ഹല്ലേലൂയ. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചേ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാ വെളിപ്പെടുന്നത്. ഇത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാ വെളിപ്പെടുന്നത്. എത്ര പേർ പറയും, കർത്താവേ എനിക്കിത് വെളിപ്പെടുത്തണമേ? എത്ര പേർ ആവശ്യമായി പരിശുദ്ധാത്മാവിനെ ചോദിച്ചു? പരിശുദ്ധാത്മാവിനെ ചോദിക്കണം. അടുത്ത വാക്യം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായുന്നു. ആത്മാവ് ദൈവത്തിലുള്ള സകല ആഴത്തിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതാണ്. ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ ബ്രദറെ, അതെല്ലാം ഈ ആത്മാവ് നിന്നെ കാണിക്കാൻ.
എപ്പോഴാണെന്ന് അറിയാമോ? ആത്മാവിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ, ആത്മാവിൽ ചലിക്കാൻ തുടങ്ങുമ്പോൾ. പിന്നെ നിനക്ക് സങ്കടം ഉണ്ടാകത്തില്ലെന്നേ, പിന്നെ നിനക്ക് നിരാശ വരത്തില്ലെന്നേ. കാരണം എന്താണെന്നറിയാമോ? ആഴത്തിലേക്ക് കയറുകയാണ് പൗലോസ്. എന്നിട്ട് പറയുകയാണ്, ഇതിന്റെ ആഴമോ വീളോ നീതിയോ ഒന്നും എനിക്ക് ഇതുവരെ അതെ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓ, ഇന്ന് പകൽ ആരൊക്കെ ആഴത്തിലോട്ട് കയറി വരുന്നു. ഈ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കാത്തവൻ ഇതൊരു കഥയായിട്ടാണ് തോന്നത്തോളമേ. ഈ അന്യഭാഷയിൽ അത് ഇല്ലെന്ന് പറയുന്നവൻ ഇതൊരു ഹല്ലേലൂയ, ഈ പുസ്തകം എന്തോ ഒരു ഹല്ലേലൂയ, അത് എവിടെയോ ഒരു വലിയ ഗ്രന്ഥമായി മാത്രമേ ഇരിക്കത്തുള്ളൂ. ഇല്ലാത്തവൻ ഇത് ജീവനായി വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. ഇല്ലാത്തവൻ ഇത് ജീവനായി വ്യാപരിക്കാൻ തുടങ്ങുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ആഴത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിനക്കൊരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം. ഈ ചോദ്യങ്ങൾക്ക് മറുപടി മനുഷ്യനല്ല തരുന്നത്, പരിശുദ്ധാത്മാവ് തരികയാണ്. എപ്പോഴാണെന്നറിയാമോ? ആത്മാവിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ. എൻ്റെ നാടുകളായുള്ള ചോദ്യങ്ങളുടെ മറുപടികളാണ് പ്രിയരെ ദൈവം തരുന്നത്. ഓ ഹല്ലേലൂയ. അത് വിശ്വാസത്തിൽ വന്ന 6 വർഷങ്ങളിൽ എനിക്ക് ആത്മീയ സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ എന്ന് മുന്നേറാൻ തുടങ്ങിയോ, അന്ന് മുതൽ ആര് ചിരിച്ചില്ലേന്ന് ഞാൻ ചിരിക്കും. ഹല്ലേലൂയ. അത് എന്തെല്ലാം സിറ്റുവേഷനിലൂടെ പോയാലും മറ്റുള്ളവർക്ക് വേണ്ടി അതേ ബലത്തിൽ ഞാൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. കാരണം എനിക്കറിയാം, എനിക്ക് വേണ്ടി ചെയ്തവൻ അവൻ. ഹല്ലേലൂയ. അവന് വേണ്ടി എൻ്റെ അടുത്തുള്ളവൻ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ടിയും ചെയ്യും. ഹല്ലേലൂയ. ഓ റബാ ലബാ 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 ലബാ. കാരണം അവൻ മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെങ്കിൽ ജോർജ് പറഞ്ഞു വേണ്ടി കരുതിയിട്ടുണ്ടവൻ. നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതിയിട്ടുണ്ട്. എപ്പോഴാണ് വെളിപ്പെടുന്നത്, നിരാശ മാറുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, നീ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ. യെസ്, ആത്മാവിൽ ജാഗരിക്കാൻ എത്ര പേർ തയ്യാറാകും? എത്ര പേർ ഇന്ന് പകൽ ചോദിക്കാൻ തുടങ്ങും, എനിക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി വേണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ അധികമായി വേണം. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രാർത്ഥനകൾ ഇങ്ങനെ മാറാൻ തുടങ്ങുമ്പോഴാണ് നിനക്ക് സമാധാനം വ്യാപരിക്കാൻ തുടങ്ങുന്നത്. ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വേഗത്തിൽ വന്നേ. ഫിലിപ്പിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യവും 7-ാമത്തെ വാക്യവും അതേ വേഗത്തിൽ വായിച്ചേ. പൗലോസിൻ്റെ ജീവിതം പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രിയരെ, ഇവൻ്റെ വിജയ രഹസ്യം, ഇവൻ ജയിലിൽ കിടക്കുമ്പോഴും മറ്റുള്ളവരോട് ഭയങ്കര കാര്യങ്ങളാണ് പറയുന്നത്. റോമാ കാരാഗ്രഹത്തിൽ കിടന്ന ഈ വാക്യങ്ങൾ എഴുതുന്നത്. ഞാനും നീയും ഒരു നേരം ആഹാരം കിട്ടിയില്ലെങ്കിലും നിരാശപ്പെടുന്ന ആൾക്കാരാണ്. പൗലോസിനോട് ഞാൻ ചോദിച്ചു, പൗലോസേ എങ്ങനെയാണ് നിനക്ക് പറ്റുന്നത്? റോമാ കാരാഗ്രഹത്തിൽ അവൻ നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ലെന്നേ, അവൻ പകുതി കുനിഞ്ഞാണ് നിൽക്കുന്നത്. അവിടെ അവൻ എഴുതുകയാണ്. ഹല്ലേലൂയ. 4 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ നല്ലതായിരിക്കും. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിക്കുക. പൗലോസിനോട് ഞാൻ ആത്മാവിൽ ചോദിച്ചു, എങ്ങനെ പൗലോസ് നിനക്ക് സന്തോഷിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഒരു നേരത്തെ ആഹാരമോ? ഹല്ലേലൂയ. മറ്റാരെങ്കിലും എന്നെ കളിയാക്കിയോലെ എൻ്റെ മുഴുവൻ സന്തോഷം പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ ദിവസവും ജയിലിൽ കിടക്കുമ്പോൾ അവൻ മറ്റുള്ളവരോട് പറയാ, സന്തോഷിക്കുക, ഇപ്പോഴും സന്തോഷിക്കുക. കാരണം ഇവൻ ജയിലിൽ കിടക്കുമ്പോൾ ആത്മാവിൽ സന്തോഷിക്കുകയാണ്. ഭയങ്കര മിസ്ത്രിയാവുന്നത്. താഴോട്ട് വായിക്കുക. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും ഞാൻ പറയട്ടെ, ഈ സൗമ്യത എന്ന് പറയുന്നത് ആത്മാവിൽ ചലിക്കുന്നവനാണ് സൗമ്യത വെളിപ്പെടാൻ തുടങ്ങുന്നത്. കാരണം ഹല്ലേലൂയ, അല്ലാത്തവൻ എപ്പോഴും അവൻ വെപ്രാളം പിടിച്ചായിരിക്കും ഇരിക്കുന്നത്. കാരണം ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവന് സൗമ്യനായിരിക്കും. എന്തെല്ലാം പ്രതികൂലം വന്നാലും അവൻ പറയും, എനിക്കായി കരുതുന്നവൻ ഇന്നും ജീവനോടുണ്ട്. ഈ അവൻ്റെ വീട്ടിനുള്ളിലാണ് ഞാനായിരിക്കുന്നത്. ഈ സാരൊക്കെ എന്തൊക്കെ എന്നോട് പറഞ്ഞാലും പറഞ്ഞവൻ വാക്ക് മാറാത്തവനാണ്. അവൻ എന്നെ തെളിയിക്കാതെ വിടത്തില്ല. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ നന്ദി പറഞ്ഞു തുടങ്ങി. യെസ്, നിന്റെ സൗമ്യത എല്ലാവരും അറിയണം. പൗലോസ് ജയിലിൽ കടന്നവന്റെ സൗമ്യത തെളിയിക്കുകയാണ്, മറ്റുള്ളവരെ അത് വെളിപ്പെടുത്തി. കാരണം അത് ഫിലിപ്പിയക്കാരെല്ലാവരും ഹല്ലേലൂയ പ്രശ്നത്തിലായി നിൽക്കുകയാണ്. ഞങ്ങളെ വചനം പഠിപ്പിച്ചവൻ ജയിലിലാണ്. എന്നാൽ അവൻ പറയാ, എനിക്കുള്ള ഒരു കുഴപ്പമില്ല, ഞാൻ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. താഴോട്ട് വായിക്കുക. അവൻ ജയിലിൽ കിടന്നുകൊണ്ട് ഇന്ന് പകൽ നമുക്കിത് ലേഖനമായി കിട്ടി. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടു കൂടെ എപ്പോഴും സന്തോഷം വരാൻ കാരണം എന്താണെന്നറിയാമോ? ഇവനെല്ലാം പ്രാർത്ഥനയോടെ കർത്താവിനെ അറിയിക്കുകയാണ്. എങ്ങനെയാണെന്നറിയാമോ? നിനക്ക് സന്തോഷിക്കണമെങ്കിൽ നിന്റെ ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ എല്ലാം ഇല്ലതില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഇത് എല്ലാം പൊക്കോണ്ടിരിക്കുകയാണ്. ഇവൻ കാണുന്നതെല്ലാം ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെനിക്ക് മനസ്സിലായപ്പോഴേ ഞാനൊരു ഭയങ്കര സംഭവം, ഒരു ഭയങ്കര മിസ്റ്ററി എനിക്ക് മനസ്സിലായി.
അഭിഷേകരെ, ഞാൻ ഇതിനു മുമ്പേ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ വിഷയത്തിനായിട്ട് ഞാൻ നാളുകൾ പ്രാർത്ഥിച്ചു. എല്ലാ ദിവസവും ഞാൻ പറഞ്ഞു, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു പാസ് വേണം. പക്ഷേ ഈ മർമ്മം എന്നിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ആ ആഴ്ചയിൽ കുഞ്ഞിൻ്റെ വിസ വന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ, ഇന്നിപ്പോൾ എനിക്കൊരു ജോലി വേണം. എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ജോലി, അതെ എനിക്കൊരു ജോലി വേണം, നല്ല ജോലി. പ്രാർത്ഥിക്കുകയാണ്, ഒരു 10 മിനിറ്റോളം പ്രാർത്ഥിച്ചു ജോലിക്ക് വേണ്ടി. നാളെ അടുത്ത ദിവസം വന്നിട്ട് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എനിക്കൊരു ജോലി വേണം. ഹല്ലേലൂയ. സെയിം പ്രാർത്ഥനയാണ് വയ്ക്കുന്നത്. പക്ഷേ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ പ്രത്യേകത എന്താ അറിയാമോ? ജോലി എന്ന് മാത്രമേ പറയത്തുള്ളൂ, പിന്നെ പ്രാർത്ഥിക്കുക. കാരണം നിനക്കറിഞ്ഞൂടാ നീ പ്രാർത്ഥിക്കേണ്ട എങ്ങനെയാണെന്നുള്ളത്. ഞാനതിൻ്റെ ഉദാഹരണം പറയാം. ജോലി പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം ജോലി പ്രാർത്ഥിക്കുക. ദൈവം പറയുകയാണ്, ഞാൻ ചെവി കേൾക്കാത്തവനാണോ? നീ എല്ലാ ദിവസവും ജോലി എന്ന് പറയുന്നു. 10 ദിവസം ജോലി, നിനക്ക് 10 ജോലി വേണം. കാരണം ഞാൻ സേവിക്കുന്ന ദൈവമാരാന്ന് ഞാൻ മനസ്സിലാക്കി. എല്ലാ നാമത്തെക്കാളും മേലായ നാമമാണ്. എല്ലാ നാമത്തെക്കാളും മേലായ നാമമാണ്. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, പിന്നെ ആമേൻ പറഞ്ഞു തുടങ്ങിയാൽ മതി. എൻ്റെ പ്രാർത്ഥന മാറാൻ തുടങ്ങി. ഹല്ലേലൂയ. ഞങ്ങൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. 2 ഭാര്യയും കരം ചേർത്ത് പിടിച്ചു. ഹല്ലേലൂയ. ഒറ്റ ദിവസം പാസ് പ്രാർത്ഥിച്ചു, അടുത്ത ദിവസം പറഞ്ഞു, തന്നതിനായി നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ ഈ ദിവസം അത് കാണാൻ പോകുന്നതിനായി നന്ദി. ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ പ്രോസസ്സിലേക്ക് കയറാൻ തുടങ്ങി. ഹല്ലേലൂയ. അതെ, ആ 7ാമത്തെ ദിവസം അതെ എൻ്റെ കൃപ എന്നെ വിളിച്ചു പറയുകയാണ്, അത് അപ്രൂവ്ഡായി. ഹല്ലേലൂയ. അതിനു മുമ്പേ 3 മാസം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുക, പാസ് തരണേ കർത്താവിക്ക്. എന്ത് പറഞ്ഞതിന് എല്ലാം 30 പാസ് വേണം. ഹല്ലേലൂയ. ഇന്ന് പകൽ അവൻ ചെവി പൊട്ടനല്ല. ഓ ഹല്ലേലൂയ. ഇതേ കാര്യം തന്നെയാണ് ഹല്ലേലൂയ ഞാൻ ഭൂതങ്ങൾക്കും രോഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പരിശുദ്ധാത്മാരോട് പറഞ്ഞതാണ്. ഇന്നലെ ഹല്ലേലൂയ ഈ ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ മേളിൽ നിന്ന് 11 അത് ഡീമൺസ് അഴിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം ഞാൻ അതെ ഇതിനു മുമ്പേ ഞാൻ ഭൂതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഞാൻ ഒന്നിനു മേളിൽ ഒന്നായിട്ട് പറയും, വിട്ടുപോയേശുവിന്റെ നാമത്തിൽ ഇങ്ങനെ 100 പ്രാവശ്യം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. എന്നാൽ ഈ മിസ്ത്രി എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ ഇതിനെ നോക്കി ഒറ്റ പ്രാവശ്യം പറയത്തുള്ളൂ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഇനി നിനക്ക് ഈ ശരീരത്തിൽ അവകാശമില്ല, ഇപ്പോൾ അഴിഞ്ഞു പോകുക. കാരണം എന്താണെന്നറിയോ? നമുക്ക് തന്നെ ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പോയോ യേശുവിന്റെ നാമത്തിൽ വീണ്ടും പറയുന്നത്. സത്യമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു പഠിപ്പിക്കുന്ന ഇന്ന് പകൽ. പക്ഷേ ഇന്ന് പകൽ ഞാൻ വ്യക്തമായി പറയാം, ഈ നാമത്തിന്റെ പവർ നീ മനസ്സിലാക്കിയാൽ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ വ്യക്തമായി പറയാം. ഒരു ഭൂതം ഹല്ലേലൂയ ഇങ്ങനെ അഴിഞ്ഞ് ഇങ്ങനെ വെളിപ്പെട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതിന്റെ തലയെ കഴിച്ചു കറക്കുക. പോകാനായിട്ട് പറഞ്ഞു, പോയെന്ന് ഞാൻ ചിന്തിച്ചു. ചൂടെ കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് നടക്കുമ്പോൾ വീണ്ടും ഈ പുള്ളിക്കാരത്തി ഒന്ന് ഇളകിയത് പോലെ തോന്നേ. ഞാനപ്പം ചിന്തിച്ച പോയില്ലേ. ഹല്ലേലൂയ. അപ്പം പെട്ടെന്ന് എന്നോട് ആത്മാവ് പറഞ്ഞു, എടാ ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അപ്പോൾ അത് പറയാ, നീ എന്നോട് വീണ്ടും പറയുന്നില്ലേ, എങ്കിൽ പിന്നെ ഞാൻ പൊക്കോളാം. കാരണം ഈ നാമത്തിന്റെ അധികാരം, കാരണം വിശ്വാസം എന്ന് പറയുന്നത് ഡൗട്ടില്ലാത്തതാണ്. ആർക്കോ മനസ്സിലാവും? എനിക്കറിയാം എന്നിൽ നിന്ന് പുറപ്പെട്ടു പോവുകയാണ്. ആർക്കും ഇത് മനസ്സിലാക്കുന്നുണ്ട്? കാരണം നീ ഒരു സാധാരണ ദൈവത്തെ അല്ല സേവിക്കുന്നത്. ഇന്ന് ഈ ദൈവം ആരാന്ന് മനസ്സിലായാൽ ഹല്ലേലൂയ നിന്നിലൂടെ അനേകർ കർത്താവിനെ അറിയാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ ഒരു കഴിവുകൊണ്ടല്ല ഇത് നടക്കുന്നത്. അവൻ ക്രൂശിൽ നിനക്ക് വേണ്ടി വില കൊടുത്തത് കൊണ്ടാണ്. അവൻ പിശാചിന്റെ തലയെ തകർത്തിട്ട് അവകാശത്തെയും അധികാരത്തെയും തിരിച്ചു മേടിച്ചത് കൊണ്ട് ആ അധികാരത്തെ അവൻ എന്റെ മുന്നിൽ പറഞ്ഞിട്ട് പറഞ്ഞു, സ്വർഗത്തിന് ഭൂമിക്കുമുള്ള സകല അധികാരവും എങ്കിൽ നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുറപ്പെടുക. എന്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാനത് തരാം. പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് എന്റെ നാമത്തിൽ ചോദിപ്പീൻ. യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഇതിനകത്ത് നിൽക്കുന്ന രോഗശക്തികൾ ഒന്നായി അഴിയാൻ പോവുകയാണ്. ഇതിനകത്ത് നിൽക്കുന്ന ദുരാത്മശക്തികൾ ഒന്നായി അഴിയാൻ പോവുകയാണ്. ഈ നാമത്തിന് അധികാരമുണ്ട്, ഈ നാമത്തിന് ശക്തിയുണ്ട്. ഇത് സൃഷ്ടിപ്പുകൾ നടക്കാൻ കഴിവുള്ളതാണ്. ഇത് 10 പ്രാവശ്യം പറയണ്ട, ഇത് ഒറ്റ പ്രാവശ്യം പറയുമ്പോഴേ സൈതാനിക ശക്തികൾ മുഴുവൻ തിരിച്ചറിയുന്നു.
In the mighty name of Jesus Christ. ഇന്ന് പകൽ സമാധാനം റിലീസ് ആകട്ടെ ഇതിനകത്ത്, സന്തോഷം റിലീസ് ആകട്ടെ ഇതിനകത്ത്. യേശുവിന്റെ നാമം 10 പ്രാവശ്യം പറയണം. അവൻ വില കൊടുത്തവനാണ്. നിന്റെ കഴിവോ നിന്റെ ബലം കൊണ്ടോ ഒന്നുമല്ല നടക്കുന്നത്. അവൻ ശക്തി റിലീസ് ആകുകയാണ്. ഇന്ന് മുതൽ രോഗിക്ക് വേണ്ടി ഒറ്റ വാക്ക് പ്രാർത്ഥിച്ചു നോക്കുക. യേശുവിൻ നാമത്തിൽ be healed right now. Yes, hallelujah. പിന്നെ നീ വീണ്ടും വീണ്ടും പറയണ്ട, സൗഖ്യം നടന്നേ. അത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വസിക്കുമ്പോൾ ആ രോഗശക്തിക്ക് മനസ്സിലാവും, ഇനി ഇവന്റെ അടുത്ത് കളി നടക്കത്തില്ല. ഇവൻ വിശ്വസിച്ചു, ഇനി പോകുക. ഹല്ലേലൂയ. ഇനി പോകുക. അഭിഷേകം. ഹല്ലേലൂയ. യെസ്, ഇത് മനസ്സിലാക്കാതെ നമ്മൾ തന്നെ വീണ്ടും യെസ് ഹീൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് പോകത്തില്ല. ഭയങ്കര മിസ്ട്രിയാണ് ബ്രദറെ. ഇത് മിസ്ട്രിയാ. ഇത് മിസ്ട്രിയാ. ഇത് മിസ്ട്രിയാണ്. ഓ ഹല്ലേലൂയ. ഇന്നു മുതൽ ആരൊക്കെയോ സ്വന്തമായി തലവേദനകളെ സൗഖ്യമാക്കാൻ പോകുക. ഇന്നു മുതൽ ആരൊക്കെയോ സമാധാനം കുടുംബത്തിൽ കൊണ്ടുവരാൻ പോകുക. ഇന്നു മുതൽ ആരൊക്കെയോ ജോലിയിൽ അപ്ഗ്രേഡുകൾ സംഭവിക്കാൻ പോകുക. ഇന്നു മുതൽ ആരൊക്കെയോ കുതിച്ചു കയറ്റങ്ങൾ സംഭവിക്കാൻ പോകുക. ഇന്നു മുതൽ നീ വിളിച്ചു വരുത്താൻ പോകുക ചിലത്. ഇങ്ങനെ അവസാനമായിട്ട് ആ ഭാഗം കൂടെ ഒന്ന് വായിച്ചിട്ട് നാം എണീക്കാൻ പോവുകയാണ്. ഭയങ്കര മർമ്മമാ പ്രിയരെ ഇത്. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുക, സമയമില്ല. ഹല്ലേലൂയ. ഇത് കഴിയുമ്പോൾ സഭ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. വരുന്ന മാസം ഏറ്റവും നല്ലൊരു ഹോളിലേക്ക് ഇത് മാറാൻ പോകുക. സഭ ഒറ്റ വാക്കി പ്രാർത്ഥിക്കത്തുള്ളൂ. പിന്നെ നന്ദി പറയാനായി തയ്യാറാകത്തുള്ളൂ. കാരണം അധികാരം തിരിച്ചറിഞ്ഞു. അധികാരം തിരിച്ചറിഞ്ഞു. പിശാചിന്റെ ഏറ്റവും വലിയ കളിപ്പിൽ എന്താണെന്നറിയാം, നിന്നെ ഈ അധികാരം തിരിച്ചറിയിക്കത്തില്ല. ആ നാമത്തിന്റെ വലിപ്പം തിരിച്ചറിയിക്കത്തില്ല. നീ പറ, രാജ്യങ്ങളുടെ റൂളുകൾ മാറുന്നത് കാണാൻ പറ്റും. അധികാരങ്ങൾ മാറുന്നത് കാണാൻ പറ്റും. നിന്റെയും എൻ്റെ പ്രത്യേകം എന്താ അറിയാവോ, കിട്ടിയില്ലോ എന്നുള്ള ഡൗട്ടാ. കിട്ടിയെന്ന് ഉറപ്പാങ്കിൽ നന്ദി പറഞ്ഞു തുടങ്ങുക. സിസ്റ്ററെ നന്ദി പറഞ്ഞു തുടങ്ങുക. കിട്ടിയെന്ന് ഉറപ്പാങ്കിൽ നന്ദി പറഞ്ഞു തുടങ്ങുക. ഒരു സംഭവം എൻ്റെ ഉള്ളിൽ കിട്ടിയെന്ന് മനസ്സിലാകുമ്പോഴാണ് ഞാൻ താങ്ക്സ് പറയാൻ തുടങ്ങുന്നത്. ഓ, എന്റെ അപ്പൻ ചെവി കേൾക്കാത്തവനല്ല. അവന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. അവന്റെ വരമുള്ള കരത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഓ, അവനാണ് എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ആ വാക്യം കൂടെ വായിച്ചിട്ട് എണീറ്റേ. ഹല്ലേലൂയ. കൃപയെ ഹല്ലേലൂയ. നിങ്ങളെല്ലാം ഫ്രണ്ടിലോട്ട് വാ. ഹല്ലേലൂയ. നാം ആരാധിക്കാൻ പോകുകയാണ്. യെസ്, ഹല്ലേലൂയ. ആ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ ആ വാക്യം തുടർന്ന് വായിച്ചോ. എപ്പോഴും സന്തോഷിക്കുക. പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, സന്തോഷിക്കുക മാത്രമേ ചെയ്യാവൂ. കാരണം വില കൊടുത്തവൻ വില കൊടുത്തു കഴിഞ്ഞു. വില കൊടുക്കേണ്ടവൻ വില കൊടുത്തു കഴിഞ്ഞു. ഇനി സന്തോഷമാണ് നിന്റെ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. ഓ, താഴോട്ട് വായിക്കുക. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വതന്ത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ഈ ഭാഗം നിങ്ങൾ ഇംഗ്ലീഷിലോട്ട് നോക്കിയാൽ താങ്ക്സ് ഗിവിംഗ് ആണ് കൊടുത്തേക്കുന്നത്. ഹല്ലേലൂയ. താഴോട്ട് താഴോട്ട് താഴോട്ട്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെയും. ഈ എപ്പോഴും പ്രാർത്ഥിക്കാൻ തുടങ്ങിയാലുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാവോ? സകല. ഹല്ലേലൂയ. ആ വാക്യം എന്ന് പറഞ്ഞേ. എന്റെ ഈ ബുദ്ധി ഇവിടെ അങ്ങ് മാറിപ്പോകും. പിന്നെ സമാധാനമാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ ടെൻഷൻ എന്നെ ഭരിക്കത്തില്ല. പിന്നെ ടെൻഷൻ എന്നെ ഭരിക്കത്തില്ല. ദൈവിക സമാധാനം നിന്റെ വെളിയിൽ വരാൻ തുടങ്ങും. ഇതാണ് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന്റെ മർമ്മം എന്താണെന്ന് അറിയുമോ? സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ്. ഹല്ലേലൂയ. കിട്ടിയില്ലേലും കിട്ടിയെന്നുള്ള ഉറപ്പാണ്. ഹല്ലേലൂയ. അത് നീ കാണാൻ തുടങ്ങുന്നു. ഹല്ലേലൂയ. അങ്ങനെ സകല ബുദ്ധിയും കവിയുന്ന സമാധാനത്തിൽ മൂടുകയാണ്. ചാടി എണീറ്റ് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. എത്ര പറയും, പരിശുദ്ധാത്മാവിനെ എനിക്ക് കൂടുതൽ തരണമേ. യെസ്. ഇവിടെ എല്ലാം പൗലോസ് ഈറ്റ് നോവോടാണ് എഴുതുന്നത്. അതേപോലെ ഹൃദയഭാരത്തിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, എത്ര പേർക്ക് ഇന്നത്തെ മെസ്സേജ് മനസ്സിലായിട്ടുണ്ട്? എത്ര പേർക്ക് ഹൃദയത്തിൽ അത് മനസ്സിലായി മെസ്സേജ്? ഇനി നീ നിന്റെ വഴി അടഞ്ഞു നിൽക്കുന്ന അന്ധകാരത്തോട് പറയണ്ട 10 പ്രാവശ്യം. ഈ നാമത്തിന്റെ അധികാരം ഏറ്റെടുത്തിട്ട് ഒറ്റ പ്രാവശ്യം പറ. എന്നിട്ട് പറ, ഞാൻ വിശ്വസിച്ചു, ഇനി നിനക്ക് എൻ്റെ അടുത്ത് കളി നടക്കത്തില്ല. യെസ്. വഴി തുറന്നേ പറ്റത്തുള്ളൂ. വഴി തുറന്നേ പറ്റത്തുള്ളൂ. വഴി തുറന്നേ പറ്റത്തുള്ളൂ. സിബിറുടെ ഹല്ലേലൂയ. അല്പസമയം നമുക്ക് ശക്തിയോടെ ആരാധിക്കാം. യെസ്. എങ്കിൽ ഈ ആത്മാവിൽ പ്രാർത്ഥനയാണ് ശക്തിയുള്ളത്. ഉച്ചരിച്ചു കൂടാതെ അതെ ഞെരക്കത്താൽ ദൈവഹിത പ്രകാരം ആത്മാവ് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ ഹൃദയത്തിലെ വിഷമങ്ങളും ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങും. അങ്ങനെയുള്ള മനുഷ്യനെ കണ്ടാലാണ് അവൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്.
അങ്ങനെയുള്ള മനുഷ്യൻ കണ്ടാൽ അവന് വറിയുണ്ടാകുന്നതായി കാണാറില്ല. കാരണം അവൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുകയാണ്. അവൻ പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുകയാണ്. ഓ ഹല്ലേലൂയ. എത്ര തീരുമാനമെടുക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്നവർ മുറുക്കി അടച്ച് പരിശുദ്ധാത്മാവിനോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആഗ്രഹത്തോടെ കണ്ണുകൾ അടച്ച് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ അടുത്ത ലെവൽ നിന്റെ മുകളിൽ ഒഴുകാൻ തുടങ്ങും. നിന്റെ ക്രിസ്തീയ ജീവിതം ഒരു വിക്ടറി ലൈഫായി മാറണമെങ്കിൽ, ഒരു വിക്ടോറിയസ് ലൈഫായി മാറണമെങ്കിൽ, ഞാൻ പറയാം, പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ മാത്രം മതി. അത് അറിയാം. നിന്റെ ഹൃദയത്തിലെ വേദനകൾ, നിന്റെ ഹൃദയത്തിലെ മുഴുവൻ ഞരക്കങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയാം. ശബാലബബ. എങ്കിൽ എത്ര പേർ പറയും, ആത്മനാഥനോട് എന്നിലേക്ക് ഈ ഒരു നദിയിലേക്ക് ഇറക്കണമേ എന്നെ. യേശു തൻ്റെ മിനിസ്ട്രികളിലെല്ലാം പരിശുദ്ധാത്മാവിനോട് പറയുന്നു. ഉത്സവത്തിന്റെ ഒടുക്കത്തെ നാളിൽ പറയുന്നു, ദാഹിക്കുന്ന ഏവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ അവർക്കൊരിക്കലും ദാഹിക്കാത്ത ജലം കൊടുക്കാം. അവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകാൻ തുടങ്ങും. ഓ, എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം മുതൽ അതിനെ റിസീവ് ചെയ്യാൻ തുടങ്ങുക. ഹല്ലേലൂയ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഒരു വാക്യം, ഒരു മർമ്മം കൂടെ പറഞ്ഞു തരാം. സഭയിൽ എന്താണോ പ്രസംഗിക്കുന്നത് അതാണ് അവിടേക്ക് റിലീസാകുന്നത്. സഭയിൽ എന്താണോ, ഞാൻ ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു എല്ലാ പാസ്റ്റേഴ്സിനും ഞാൻ അവസരം കൊടുക്കാത്തത്. കാരണം ഈ സഭ നിൽക്കുന്നത് വെളിപ്പാടിലാണ് നിൽക്കുന്നത്. ഇവൻ വന്ന് വീണ്ടും അതെ ഹല്ലേലൂയ അത്യുന്നതന്റെ മറവും നെഴലും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുഴപ്പത്തിലായിത്തീരും നമ്മുടെ. യെസ്, വീണ്ടും നീ അറിയാതെ പോയി വീണ്ടും പാപത്തിൽ വീഴാൻ തുടങ്ങും. പക്ഷെ ഇന്ന് നിൽക്കുന്നത് ഇവൻ എൻ്റെ ഉള്ളിലാണ്. യെസ്, ഇവൻ എൻ്റെ ഉള്ളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ മറവിലല്ല നിൽക്കുന്നത്. ഇവൻ എന്നിൽ നീതീകരിച്ച് അവന്റെ അതേ തേജസ്വീകരണം എന്നും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ തന്നെ ക്രിസ്തുവായി മാറുകയാണ്. ഞാൻ തന്നെ യേശുവായി മാറുകയാണ്. യെസ്, അതുകൊണ്ട് അതേ റോമാലേഖനത്തിൽ അവൻ എഴുതി, നിങ്ങളുടെ ആയുധങ്ങൾ, നിങ്ങളുടെ അവയവങ്ങൾ മുൻപേ അനീതിയുടെ ആയുധങ്ങളായിരുന്നു, എന്നാൽ ഇന്നു മുതൽ നീതീകരിക്കപ്പെട്ടതാണ്. ഇനി ഈ കൈ നീതീകരിക്കപ്പെട്ടതാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഞാൻ നിങ്ങളെ കൂട്ടൊരു സാധാരണ വ്യക്തിയാണ്. ഈ മർമ്മം തിരിച്ചറിഞ്ഞപ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, എനിക്ക് മലേഷ്യക്ക് പോകാൻ ഒരു കാല് വേണം, എനിക്ക് നിന്നിൽ ആയിരിക്കാൻ ഒരു ശരീരം വേണം, എനിക്ക് രോഗിയെ തൊടാൻ ഒരു കൈ വേണം, എനിക്ക് ചിലരോട് സംസാരിക്കാൻ ഒരു നാവ് വേണം. അവനാത്മാവാ. ചോദിച്ചേ, അവനെ കൂടുതലായി എത്ര പേർ ചോദിക്കുമെന്ന് പറയില്ല. യെസ്, ഹല്ലേലൂയ. ഈ സഭ വെളിപ്പാടിൽ നിൽക്കുന്നു. ന്യൂ ടെസ്റ്റമെന്റ് റെവലേഷനിലാണ് നിൽക്കുന്നത്. ഇന്ന് നമുക്ക് ആരൊക്കെയോ പരിശുദ്ധാത്മാവിനെ വീണ്ടും പ്രാപിക്കാൻ പോവുകയാണ്. യെസ്, അധികം ഇൻക്രീസ് ആകാൻ പോവുകയാണ്. നിന്റെ അഭിഷേകത്തിന്റെ ലെവലുകൾക്ക് വ്യത്യാസം സംഭവിക്കുകയാണ്. യെസ്, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ വളരുക. ശിശുത്വം വിട്ടുകളയുക. ഹല്ലേലൂയ. ശിശുത്വം വിട്ടുകളയുക. വളരുമ്പോൾ നിന്റെ നിരാശകൾ മാറാൻ തുടങ്ങും. നല്ല സമയത്തിലായിട്ട് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് പറഞ്ഞ് മനസ്സിലായി? ആത്മാവിന്റെ നമുക്ക് ലഭിച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, ആ ഹോളി സ്പിരിറ്റ് പവറിൽ നമ്മൾ നിൽക്കുമ്പോൾ, വചനം പറയുന്ന അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നു, ഈ പൗലോസ് ഷണ്ടലോട് സംസാരിക്കുമ്പോൾ തേരോടിക്കൊണ്ടിരുന്നു, പക്ഷെ പൗലോസ് ആ തേരിലൂടെ നടന്നുകൊണ്ടിരുന്നു. ആത്മാവിന്റെ ശക്തി പൗലോസ്മേൽ വന്നപ്പോൾ അവന്റെ നടപ്പ് തേരിന്റെ ഓട്ടത്തെക്കാൾ സ്പീഡായി തീർന്നു. ഈ ദിവസങ്ങളിലൊക്കെ ഹോളി സ്പിരിറ്റിന്റെ ശക്തിയാല്, ആത്മാവിന്റെ പ്രാർത്ഥനയില് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങൾ, വളരെ നാൾ ചില ഡിലേ ചെയ്ത കാര്യങ്ങൾ ഹോളി സ്പിരിറ്റിന്റെ ശക്തിയിൽ നമ്മൾ ആ സ്പീഡിലാകുവാണ്. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നത്, ആ എല്ലാം കഴിഞ്ഞ ശേഷം ആത്മാവ് ആ പൗലോസിനെ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് എന്നാണ് പറയുന്നത്. ഇതുപോലെ നമ്മൾ ആഗ്രഹിച്ചിട്ട് എത്താത്ത പല സ്ഥലങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ കിട്ടാത്ത ചില പൊസിഷനുകളിൽ ആത്മാവ് നമ്മൾ എടുത്തുകൊണ്ട് പോകുവാൻ തക്കമാണ്. ആത്മാവിന്റെ ശക്തി നമ്മൾ മൂവ് ആകുവാൻ തക്കമാണ്. ഈ ദിവസം ദേവദാസ് പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് ഒരു ഇമ്പോർട്ടൻസ് നമ്മളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ടങ്സിലൊക്കെ പ്രാർത്ഥിക്കണം. വചനം പറയുന്നു, ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നു, നമ്മൾ ദൈവത്തിന്റെ മിസ്റ്ററി സംസാരിക്കുന്നു, നമ്മുടെ സ്പിരിറ്റ് പ്രേ ചെയ്യുന്നു. ഇങ്ങനെയുള്ള നമ്മൾ അതിനെ റിഫ്രഷ് ചെയ്യുന്നു. ഇങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്.
അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലാണ് ഇത് പ്രാക്ടിക്കലായിട്ട് വളരെ ഒത്തിരി പ്രാക്ടിക്കലായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം റോയ് പാസ്റ്റർ അനുഭവത്തിൽ നിന്ന്. അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ അമ്പളിക്കാനായിട്ട് ചില വീട്ടിലേക്ക് പോകുമ്പോൾ അത് മുസ്ലിം ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ ഒരു ഹിന്ദു ഫാമിലി ആയിരിക്കും. അവർ നമ്മൾ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ വരണം എന്ന് പറയും. നമ്മൾ ചെല്ലുമ്പോഴാണ് അറിയുന്നത് നമുക്കൊന്നും അറിയത്തില്ല അവരെ പറ്റി, വീട് പോലും അറിയത്തില്ല. പക്ഷെ ആ സമയത്ത് നമ്മൾ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് വെളിപ്പെടുത്തും അവരുടെ ജീവിതത്തിലുള്ള കെട്ടുകൾ, അവരുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ. ഞങ്ങൾ പല തവണയും ഞങ്ങൾ എന്ത് ദൈവത്തിന്റെ കർത്താവിന്റെ പേര് പോലും പറയത്തില്ല, ജീസസ് പോലും പറയാൻ പറ്റുന്ന അവസ്ഥകളിൽ ഇപ്പോൾ ഹോളി സ്പിരിറ്റ് പറയും ഇതാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ഇതാണ് അവരുടെ ജീവിതത്തിൽ സ്ട്രോങ് ഹോൾഡ്സ്. നമ്മൾ പറയുമ്പോൾ അവർക്കറിയാം ഇത് ഞങ്ങൾക്കറിയുവാൻ യാതൊരു ചാൻസും ഇല്ല. ഇത് ദൈവത്തിന്റെ ഓരോ ഒറ്റ പ്രവൃത്തി കൊണ്ട് മാത്രം അവർ ദൈവത്തെ കഷ്ടപ്പെടുത്തുവാൻ തുടങ്ങും. നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ ഹോളി സ്പിരിറ്റ് ആ പവർ നമ്മളെ ആ ടങ്സിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി നമ്മളെ പല രീതിയിൽ നമ്മളെ ഉപയോഗിക്കുന്ന ദൈവം നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്ത ചില കാര്യങ്ങൾ ഹോളി സ്പിരിറ്റ് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്ന കൃപയ്ക്കാണ് ശ്രദ്ധിക്കുന്നു. ഒരു ദിവസം രാത്രി ഒരു 3 മണിയായപ്പോൾ ഞാനും അമ്പിളി വേഗം എണീറ്റു കഴിഞ്ഞപ്പോൾ ഉറക്കം വരുന്നില്ല. അപ്പം ഞങ്ങളോട് എന്തോ ആരോ എവിടെയോ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എന്ത് അപ്പം നമുക്കറിയത്തില്ല ആരാ സ്ട്രഗിൾ ചെയ്യുന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ടങ്സിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളൊരു 1 to 3 hours ടങ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ കിടന്നു ഉറങ്ങി. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ ഒരു സഹോദരി വിളിച്ചു. ആ സഹോദരി ഉറങ്ങിയിട്ട് 1 week ആയി. ആ സഹോദരൻ്റെ ഹസ്ബൻഡിന് ഒരു മെന്റലായിട്ട് പ്രോബ്ലം ഉണ്ട്. റോയ് പാസ്റ്റർ അറിയാം, ഞങ്ങൾ ഒത്തിരി മിനിസ്റ്റർ ചെയ്യുന്നവർക്ക്. ഇവർക്ക് ഒരാഴ്ചയായിട്ട് ഉറങ്ങാതിരുന്നിട്ട് ഇവര് പറഞ്ഞു ഉറക്കം വരുന്നില്ല. അവർ 4 സ്ലീപ്പിംഗ് പിൽസ് എടുത്ത് കഴിക്കാൻ വേണ്ടി കയ്യിലെടുത്ത് വെച്ചേക്കുക. അവരോട് ഇത് ആരും അറിയുന്നില്ല. സ്ലീപ്പിംഗ് പിൽസ് അവർ 2-3 എണ്ണം കഴിച്ച് പിന്നെ ഉറക്കം വരുന്നില്ല. അവർക്ക് ഉറങ്ങാതെ ഇവർ ഭ്രാന്ത് പിടിച്ച് പോലെ ഇരിക്കുന്ന അവസ്ഥയാണ്. അവർ ഈ സൂയിസൈഡ് ചെയ്താലോ എന്ന് ആലോചിക്കുന്ന അവസ്ഥയാണ്. ആ സമയത്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ആ സിസ്റ്റർ വിളിച്ച് പറയാണ് എന്തെന്ന് അറിയത്തില്ല, 3 മണിയായപ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ രാവിലെ ഉച്ച സമയത്ത് 12 hours കണ്ടിന്യൂസ് ഞാൻ ഉറങ്ങി. എന്തുകൊണ്ട് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളാണ് ഹോളി സ്പിരിറ്റ് നമ്മളോട് ചെയ്യുക. അതുപോലെ വേറെ ദിവസം ഞാൻ രാവിലെ 4 മണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ഭയങ്കര ബെഡം വരുമോ മനസ്സിൽ. അപ്പം ഞാൻ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചർച്ചിൽ ആർക്കും അങ്ങനെ പ്രോബ്ലംസ് ഒന്നുമില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 7:30 ആയപ്പോൾ എനിക്ക് വേഗം വാട്സാപ്പിൽ ഒരു സിസ്റ്റർ എൻ്റെ സിസ്റ്റർ ഓസ്ട്രേലിയയിൽ നിന്ന് SMS അയച്ചു. എടാ അനി നീ എനിക്ക് വേണ്ടി രാവിലെ 5 മണിയായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു 1 hour. ഞാൻ ഒത്തിരി കഷ്ടമായിട്ടിരിക്കുമായിരുന്നു. പക്ഷെ 1 hour കഴിഞ്ഞപ്പോൾ ഞാൻ ഫുള്ളി റിലീഫായി. നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു? അതാണ് ദൈവം നമ്മളിങ്ങനെ ഓർപ്പിക്കുന്ന അവസരത്തിൽ നമുക്ക് അറിയത്തില്ല എന്തോ ആർക്കാണ് പ്രോബ്ലം എന്നുള്ളത്. നമ്മൾ ജസ്റ്റ് ടങ്സിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പാസ്റ്റ് നമ്മൾ ഇന്ന് പഠിപ്പിച്ച വിഷയത്തിനാണ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചർച്ചിലൊക്കെ ഇതുപോലെയുള്ള ഓരോ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ പ്രാക്ടിക്കലായിട്ട് നമുക്ക് യൂസ് ആകുവാൻ ഹോളി സ്പിരിറ്റിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചുമ്മാ ടങ്സ് പ്രാർത്ഥിച്ച് പോകുവാനല്ല, നമ്മളിവിടെ ശക്തി തരുന്ന ആളുകൾ കാണണം, നമ്മളിലൂടെ രോഗം സൗഖ്യമാകുന്ന ആളുകൾ കാണണം, നമ്മളിലൂടെ മരിച്ചവർ ഉയർപ്പിക്കുന്നത് ആളുകൾ കാണണം. ഞങ്ങൾ കഴിഞ്ഞ വിഷനാണ് നമ്മുടെ ചർച്ചിൽ ഒരു റൂം സെപ്പറേറ്റ്. എന്തിനാണ്? വീൽ ചെയർ കൂട്ടിയിടാൻ വേണ്ടി. അതാണ് ചർച്ചിൽ വീൽ ചെയറായിട്ട് വരും, തിരിച്ചു പോകുമ്പോൾ അത് വേണ്ട. അത് നമ്മുടെ ചർച്ചിൽ ചുമ്മാ വെളിയിടാൻ പറ്റും ഒരു റൂമാണ്. അതുപോലെ ഒരു ചർച്ചിലേക്ക് നമ്മളെ മാറ്റാൻ പോകും. നമ്മളെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഹോളി സ്പിരിറ്റ് നമ്മളെ എടുത്തുകൊണ്ട് പോകാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം റോയ് സാക്ഷ്യം പറഞ്ഞല്ലോ, കൊച്ചിന്റെ അവരുടെ ലൈഫിൽ ആ കൊച്ചിന് വിസ കിട്ടണമെങ്കിൽ ഈ രാജ്യത്തിൽ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ഇതുപോലും ഇല്ല. ഈ സിംഗപ്പൂരിൽ ആകെ ഒരാൾക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഒരാൾക്ക്. അത് എന്തുകൊണ്ട് ഇവർ വിശ്വസിച്ചു എന്ത് വിശ്വസിച്ചു? ദൈവം അവിടെ ചെയ്താണ് വിശ്വസിച്ചുകൊണ്ടാണ്. അവരുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ അത്ഭുതങ്ങളും കാട്ടും. അതാണ് ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കും. ബിക്കോസ് തലേന്നാണ് താഴത്തോട്ട് അഭിഷേകം ഒഴുകുന്നത്. ആ തലയ്ക്ക് നടന്നെങ്കിൽ നമുക്ക് ഉറപ്പാണ് നടക്കും. നമ്മളങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ഈ ദിവസങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല ഉച്ചവെച്ച സമയത്തിനാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്. ഈ നല്ല വേർഡ്സ് കേൾക്കുവാൻ ഞങ്ങൾക്ക് നല്ല അവസരങ്ങൾ കാണി ഞങ്ങൾ സ്തുതിക്കുന്നത്. ഇത് കടന്നു വരാതിരുന്നവർ ഹോളി സ്പിരിറ്റ് അങ്ങ് അവർക്ക് വേണ്ടി ക്രിയ ചെയ്യുന്ന കൃപയ്ക്കാട്ടി അങ്ങ് ഓൾറെഡി എല്ലാം ചെയ്ത കൃപയ്ക്കാട്ടി ഞങ്ങൾ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ മുള്ളുകളും ഒന്നും അത് ജനിക്കാതെ 100 times ആയിട്ട് ബലം തരുവാണ് കൊണ്ട് വചന ക്രിയയുവാണ് കൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നല്ല ഈ മീറ്റിങ്ങിനോട് ഞങ്ങൾ സ്തുതിക്കും. ഞങ്ങളുടെ ജീവിതം ഈ ദിവസങ്ങളിൽ ഫാസ്റ്റ് ആകാൻ പോകുന്ന കൃപയ്ക്കാട്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ വിശാൽ തടഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഹോളി സ്പിരിറ്റിന്റെ ശക്തിയാൽ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയ ആ ശക്തി ഞങ്ങളെയും എടുത്തുകൊണ്ട് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന കൃപയ്ക്കാട്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങൾ സ്വപ്നം കണ്ട സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് പോകുന്ന ആത്മാവിന്റെ ശക്തി ചർച്ചിന്മേൽ ഞങ്ങൾ വ്യാപരിപ്പിക്കുന്ന കൃപയ്ക്കാട്ടി ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, നല്ല റെവലേഷനായിട്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ,
പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ജനം കടന്നു പോകുമ്പോൾ അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അനുഗ്രഹം അവർ കൂടെ പോകുവാൻ ഹോളി സ്പിരിറ്റിന്റെ ഗൈഡൻസ് അവരുടെ ലൈഫിൽ ആയിരിക്കുവാൻ തക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് സ്തുതിക്കുന്നു. യേശുനാമത്തിൽ തന്നെ. ആത്മാവിൽ പ്രാർത്ഥിക്കുക.